السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്നു പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ഫിത്നകളിൽ അടിപതരാതിരിക്കാൻ എന്ന ഒരു ഹെഡിങ്ങിൽ ഏതാനും ചില കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പ്രതിപാദിക്കാനായി നാം നിശ്ചയിച്ചിരിക്കുന്നത്. ഈ രംഗത്ത് നാം ചെലവഴിക്കുന്ന ഊർജവും സമയവും സമ്പത്തുമെല്ലാം സ്വാലിഹായ ഒരു അമലായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. പരിശുദ്ധ ഇസ്ലാമിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നപ്പോൾ അതിൽ പ്രത്യേകമായി ഊന്നി നമ്മെ ഉത്ബോധിപ്പിച്ച കാര്യമാണ് ദീനിൽ ഫിത്നകൾ വരും എന്നുള്ളത്. ധാരാളം ഹദീസുകൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാനാവും. വ്യത്യസ്തമായ തലങ്ങളിലുള്ള ഫിത്നകൾ ഒരാളെ തൻ്റെ ദീനിൻ്റെ വിഷയത്തിൽ വരിക തന്നെ ചെയ്യും. ഇമാം ബുഖാരി മുസ്ലിം റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ഹദീസിൽ കാണാം, സതകൂനു ഫിതനുൻ, തീർച്ചയായും വഴിയെ ഫിത്നകൾ വരാനുണ്ട്. അൽ ഖാഇദു ഫീഹാ ഖൈറും മിനൽ ഖായിമി, ആ ഫിത്നകളിൽ നിൽക്കുന്നവനേക്കാളും ഉത്തമം ഇരിക്കുന്നവനായിരിക്കും. വൽ ഖായിമു ഫീഹാ ഖൈറും മിനൽ മാശി, നടക്കുന്നവനേക്കാളും ഖൈറായവൻ നിൽക്കുന്നവനായിരിക്കും. വൽ മാശി ഫീഹാ ഖൈറും മിനസ് സാഇ, ഓടുന്നവനേക്കാളും ഖൈറായവൻ നടക്കുന്നവനുമായിരിക്കും. മൻ തശറഫ ലഹാ തസ്തശ്രിഫുഹു, ആരെങ്കിലും ആ ഫിത്നയെ ഒന്ന് എത്തി നോക്കുന്നുവെങ്കിൽ ആ ഫിത്ന അവനെയും പിടികൂടുക തന്നെ ചെയ്യും. മൻ വജദ മൽജഅൻ ഔ മആദൻ ഫൽയഉദ് ബിഹി, ഇനി അതല്ല വല്ല അഭയസ്ഥാനവും രക്ഷാസങ്കേതവും ഒരാൾ കണ്ടെത്തുന്നുവെങ്കിൽ അവൻ അതിൽ അഭയം തേടിക്കൊള്ളട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇങ്ങനെ സമാനമായ ധാരാളം ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. മറ്റൊരു ഹദീസ് നബി തങ്ങൾ പറഞ്ഞു, ബാദിറു ബിൽ അഅ്മാലി, നിങ്ങൾ അമലുകളിൽ മുന്നേറുക, വേഗം കാണിക്കുക. കാരണം ഫിത്നൻ കഖ്തഇൽ ലൈലിൽ മുദ്ലിമി, ഇരുട്ടാർന്ന രാത്രികളെപ്പോലെ ഫിത്നകൾ വരാനുണ്ട്. ആ ഫിത്നകൾ വന്നാൽ പിന്നെ അമൽ ചെയ്യാൻ കഴിയണമെന്നില്ല, ചെയ്ത അമലുകൾ ഉപകാരപ്പെടണമെന്നില്ല, സ്വീകരിക്കപ്പെടണമെന്നില്ല. ചെയ്ത അമലെല്ലാം ബാത്തിലായി പോകുന്ന ഫിത്നകൾ പോലും വന്നു ഭവിക്കാനുണ്ട്. അതുകൊണ്ട് സുരക്ഷിതമായ സാഹചര്യങ്ങളിൽ, ഫിത്നകളില്ലാത്ത സാഹചര്യങ്ങളിൽ നിങ്ങൾ പരമാവധി അമലുകളിൽ മുന്നേറുക.
ആ ഫിത്ന വന്നു കഴിഞ്ഞാൽ യുസ്ബിഹു റജുലു മുഅ്മിനൻ വയുംസി കാഫിറ വയുംസി മുഅ്മിനൻ വയുസ്ബിഹു കാഫിറ യബീഉ ദീനഹു ബിഅറളിൻ മിനദ് ദുനിയ. അന്ന് ആ ഫിത്ന വരുമ്പോൾ രാവിലെ വിശ്വാസിയായിരുന്ന ഒരാൾ ആ ഫിത്നയിൽ അകപ്പെട്ട് വൈകുന്നേരമാകുമ്പോഴേക്ക് അവിശ്വാസിയായി മാറുന്ന സാഹചര്യമായിരിക്കും. വൈകുന്നേരം വിശ്വാസിയായിരുന്ന ഒരാൾ ഫിത്നയിലൂടെ കടന്നുപോയി നേരം പുലരുമ്പോഴേക്ക് അയാൾ അവിശ്വാസിയായി മാറുന്ന സാഹചര്യമുണ്ടാകും. അയാളുടെ മതം അയാൾ വിറ്റ് തുലക്കും. ദുന്യവിയായ ചെറിയ ചെറിയ നേട്ടങ്ങൾക്ക് വേണ്ടി അയാൾ തൻ്റെ മതത്തിനെ വിറ്റുകളയുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു താക്കീതായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. മറ്റു ഹദീസ് നബി തങ്ങൾ പറഞ്ഞു, ഇന്നഹു സയഖ്റുജു മിൻ ഉമ്മത്തി അഖ്വാമുൻ തതജാറാ ബിഹിമുൽ അഹ്വാ. എൻ്റെ ഉമ്മത്തിൽ ചില സമൂഹങ്ങൾ വഴിയെ വരാനുണ്ട്. ഒരുപാട് ദേഹേച്ഛകൾ അവർക്കുണ്ടാകും. ആ ദേഹേച്ഛകൾ അവർ പൂർണ്ണമായും എല്ലാ ഭാഗത്തും അത് ബാധിക്കും. കമാ യതജാറൽ കലബു ബിസ്വാഹിബിഹി. കലബ് രോഗം ബാധിച്ചവന് ശരീരത്തിന് എല്ലാ പേശികളിലും അത് വ്യാപകമായി വ്യാപിക്കുന്നത് പോലെ ഹവകൾ, ദേഹേച്ഛകൾ പൂർണ്ണമായും കീഴടക്കിയ ചില ആളുകൾ വരാനുണ്ട്. അന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഫിത്നകളാണ് വരാനുള്ളത് എന്നാണ് നബി തങ്ങൾ പറയുന്നത്. മറ്റൊരു ഹദീസ് നബി തങ്ങൾ പറഞ്ഞു, ഫിത്നകൾ വ്യാപകമായി വരും. അന്ന് കൊലപാതകം വർദ്ധിക്കും. വല്ലദീ നഫ്സീ ബിയദിഹി ലാ തദ്ഹബു ദുനിയ ഹത്താ യഅതിയ അന്നാസി യൗമുൻ. പടച്ച റബ്ബാണ് സത്യം. ലോകം അവസാനിക്കും മുമ്പ്, ഖിയാമത്തിന് മുന്നോടിയായി ഒരു ദിവസം വരാതിരിക്കില്ല, ഒരു സാഹചര്യം വരാതിരിക്കില്ല. റബ്ബാണ് സത്യം. ലാ യദ്രി അൽ ഖാതിലു ഫീമ ഖതല. ആളുകളെ കൊല്ലുന്നവൻ അറിയില്ല ഞാൻ എന്തിനാണ് ഇവരെയെല്ലാം കൊല്ലുന്നത് എന്ന്. കൊല്ലുന്നവൻ അറിയില്ല. വലൽ മഖ്തൂലു ഫീമ ഖുതില. കൊല്ലപ്പെടുന്നവൻ അറിയില്ല താൻ എന്തിനാണ് കൊല്ലപ്പെടുന്നത് എന്ന്. അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാതെ ജീവിതത്തിൽ കണ്ടിട്ട് പോലുമില്ലാത്ത ആളുകളെ കൊല്ലാൻ ഇടയായി മാറുന്ന സാഹചര്യങ്ങൾ. ആ കൊല്ലുന്നവൻ അറിയില്ല ഇതുകൊണ്ട് ആരൊക്കെയാണ് മരിക്കുന്നത്, എന്തിനായാണ് മരിക്കുന്നത്, എന്തിനാണ് അവനെ കൊല്ലുന്നത് എന്നറിയില്ല. കൊല്ലപ്പെടുന്ന ആൾക്കും അറിയില്ല ഞാൻ എന്തിനാണ് കൊല്ലപ്പെടുന്നത്, എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത് എന്നറിയാത്ത വിധം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാതെ കൊന്നും കൊല്ലപ്പെട്ടും പോകുന്ന സാഹചര്യം ഈ ഉമ്മത്തിൽ വരാനുണ്ട് എന്ന് നബി തങ്ങൾ പറയുമ്പോൾ ചോദിച്ചു, കൈഫ യകൂനു ദാലിക നബി, അതെങ്ങനെ ഉണ്ടാവുക? അന്നത്തെ കാലത്ത് ആലോചിക്കാൻ പോലും പറ്റൂല. അന്നത്തെ കാലത്ത് അറിയാതെ, അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാതെ കൊല്ലപ്പെടുക എന്നുള്ളത് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ്. അപ്പൊ നബി എങ്ങനെയാണ് അത് ഉണ്ടാവുക എന്ന് ചോദിക്കുമ്പോൾ നബി തങ്ങൾ പറഞ്ഞു, അന്ന് കൊലപാതകം വ്യാപകമായിരിക്കും. അൽ ഹറജ് അൽ ഖാതിലു വൽ മഖ്തൂലു ഫിന്നാർ. അന്ന് വ്യാപകമായ കൊലപാതകമാണ്, ഹറജാണ്, വ്യാപകമായ കുഴപ്പങ്ങളാണ്. ആ കൊല്ലുന്നവനും കൊല്ലപ്പെടുന്നവനും നരകത്തിലാണ് എന്ന് കൂടി അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെ കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ ദീനിൽ ഫിത്നകൾ വരും എന്നർത്ഥം. അത് പല രീതിയിൽ ഫിത്നകൾ വരാം. എല്ലാ ഫിത്നയും ഒരേ രീതിയിലാകണമെന്നില്ല. ഇത് നബി തങ്ങൾ സ്വഹാബത്ത് നൽകിയ താക്കീതാണ്, ഈ ഉമ്മത്തിന് നൽകിയ താക്കീതാണ്. ആ ഫിത്നകൾ ഒരാളുടെ ശരീരത്തെ തകർക്കുന്നുണ്ടാവും, ഈമാനിനെ തകർക്കുന്ന കാര്യമുണ്ടാകും, ഭിന്നിപ്പുകളായി കക്ഷിത്വങ്ങളായി വരുന്ന ഫിത്നകൾ ഉണ്ടാകും. നബി തങ്ങൾ പറഞ്ഞു, കഴിഞ്ഞകാല ഉമ്മത്തുകൾ അഹ്ലു കിതാബ് 71 72 സംഘങ്ങളായി മാറിയെങ്കിൽ ഈ ഉമ്മത്ത് 73 സംഘമായി മാറും. അതിൽ ഒന്നൊഴികെ ബാക്കിയെല്ലാം നരകത്തിലാകുന്നുവെന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പ്രത്യേകമായി താക്കീത് ചെയ്യുന്നുമുണ്ട്. അതും വലിയ ഒരു ഫിത്നയുടെ ബാക്കി പത്രമാണ്. 73 സംഘമായി മാറുന്നത് ഫിത്നയുടെ അനന്തരഫലമാണ്. വെറുതെ ഉമ്മത്തങ്ങൾ പിരിയല്ല. ഓരോ ഫിത്നകൾ ഓരോരുത്തർ ഉണ്ടാക്കിക്കൊണ്ട് വന്ന് അത് ടാർഗറ്റഡായി അത് വർക്ക് ചെയ്ത് അതിൽ പെട്ടുപോകുന്ന കുറെ ആളുകൾ തങ്ങളെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യം ഉണ്ടാകുമെന്നാണ് അതിലൂടെ പഠിപ്പിക്കപ്പെടുന്നത്. ഏതാണെങ്കിലും നബി തങ്ങളുടെ ഈ ഒരു അധ്യാപനം അത് അങ്ങനെ തന്നെ യാഥാർത്ഥ്യമായി പുലർന്നു എന്നുള്ളത് പിന്നീട് വന്ന കാലഘട്ടങ്ങൾ നമുക്ക്
കാണാൻ കഴിയുന്ന കാര്യവുമാണല്ലോ. വ്യത്യസ്തങ്ങളായ ഫിത്നകൾ മുസ്ലിം ഉമ്മത്തിൽ വന്നു. നബി തങ്ങൾ വഫാത്തായി അധികം കഴിയും മുമ്പേ തന്നെ ഫിത്നകൾ ഉമ്മത്തിൽ ഉടലെടുത്തിട്ടുണ്ട്. അത് നബി തങ്ങൾ പറയുകയും ചെയ്തു. ഒരിക്കൽ നബിയും സഹാബത്തും ഒന്നിച്ചിരിക്കുമ്പോൾ ആകാശത്തേക്ക് നബി തങ്ങൾ നോക്കി. ധാരാളം നക്ഷത്രമുണ്ട്. ആകാശമൊന്നാകെ നക്ഷത്രം നിറഞ്ഞു നിൽക്കുന്ന രാവാണ്. ആ രാത്രിയിൽ ആകാശത്തെ നോക്കി, നക്ഷത്രങ്ങൾ നോക്കി നബി തങ്ങൾ പറഞ്ഞു, അന്നുജൂമു അമനത്തുൽ ലിസ്സമ. ആകാശത്തിന് ഒരു സുരക്ഷയാണ് നക്ഷത്രങ്ങൾ. ആ നക്ഷത്രങ്ങളൊക്കെ ഉതിർന്നു വീഴുന്ന ഒരു സമയം വരാനുണ്ട്. നക്ഷത്രങ്ങൾ നശിക്കുന്ന, തകരുന്ന ഒരു സമയം വരാനുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ അതോടുകൂടി ആകാശത്തിന്റെ അന്ത്യമായി, അതിന്റെ പതനമായി, താക്കീത് ചെയ്യപ്പെട്ട, വാഗ്ദാനം ചെയ്യപ്പെട്ട കാര്യങ്ങൾ വരുന്ന സമയമായി എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞു, വഅന അമനത്തുൽ അസ്ഹാബി. ഞാൻ എൻ്റെ സ്വഹാബത്തിന് ഒരു സുരക്ഷയാണ്. ഒരു പ്രവാചകൻ ജീവിച്ചിട്ടുണ്ടാവുക എന്നത് ഒരുപാട് ഫിത്നകളിൽ നിന്നുള്ള രക്ഷയാണ്. ഒരുപാട് പരീക്ഷണങ്ങൾ, ഒരുപാട് പ്രയാസങ്ങൾ, ഒരുപാട് വഴികേടുകൾ, പടച്ച റബ്ബിന്റെ അദാബുകൾക്കടക്കമുള്ള സുരക്ഷയാണ് ഒരു നാട്ടിൽ ഒരു നബി ജീവിച്ചിരിപ്പുണ്ടാവുക എന്നത്. വഅന അമനത്തുൽ അസ്ഹാബി. എൻ്റെ അസ്ഹാബിന്, എൻ്റെ സ്വഹാബത്തിന് ഞാനൊരു സുരക്ഷയാണ്. എന്നാൽ ഞാൻ പോയി കഴിഞ്ഞാൽ അസ്ഹാബി മാ യുഅദൂൻ. എൻ്റെ സ്വഹാബിമാർക്ക് ചില പരീക്ഷണങ്ങളെല്ലാം വരാനുണ്ട് എൻ്റെ കാലം കഴിഞ്ഞാൽ എന്ന് നബി ഞങ്ങൾ ഒന്നുകൂടെ പറഞ്ഞു, വഅസ്ഹാബി അമനത്തുൽ ഉമ്മത്തി. എൻ്റെ സ്വഹാബിമാർ എൻ്റെ ഉമ്മത്തിന് ഒരു സുരക്ഷയാണ്. സ്വഹാബിമാർ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവിടെ എന്തൊക്കെ ഫിത്ന വന്നാലും ശരി, അത് ഉമ്മത്തിനൊരു സുരക്ഷയാണ്. എന്നാൽ ഫൈദാ ദഹബ അസ്ഹാബി, എൻ്റെ സ്വഹാബത്തെല്ലാം കഴിഞ്ഞാൽ, സ്വഹാബത്തിന്റെ കാലം കഴിഞ്ഞാൽ അതാ ഉമ്മത്തി മാ യുഅദൂൻ. എൻ്റെ ഉമ്മത്തിന് ചില താക്കീത് ചെയ്യപ്പെട്ട ചില കാര്യങ്ങളൊക്കെ വരാനുണ്ട് എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. അത് അങ്ങനെ തന്നെ സംഭവിച്ചു. നബി തങ്ങൾ ഉള്ള കാലത്ത് ഫിത്നകൾ ഒന്നും ഉണ്ടായിട്ടില്ല. ഉള്ള ഫിത്നകൾക്ക് തന്നെ നബിക്ക് വഹി കിട്ടും. അതുകൊണ്ട് സുരക്ഷയാണ്. അത് ആരും അകപ്പെട്ടു പോകാതെ ആ ഫിത്നകൾ അധികമൊന്നും അങ്ങനെ രംഗത്ത് വരാതെ അങ്ങനെ പോയി. നബി തങ്ങളെ കാലം കഴിഞ്ഞതോടുകൂടി ഫിത്നകളുടെ തുടക്കമായി ഏറ്റവും വലിയ ഫിത്നയായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് മഖ്തലു ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കൊലപാതകമാണ്. ഉസ്മാൻ അഫ്ഫാന്റെ കൊലപാതകം ഒരു ഫിത്നയുടെ ഭാഗമായി ഉണ്ടായതാണ്. അതാണ് ഒന്നാമത്തെ ഫിത്നയായി ഫിത്നകളുടെ ചരിത്രത്തിൽ എണ്ണപ്പെടുന്നത്. ഫിത്നകളെ കുറിച്ച് എഴുതപ്പെടുന്ന ധാരാളം ഗ്രന്ഥങ്ങളുണ്ട്. ഉള്ള കിതാബുൽ ഹദീസ് ഗ്രന്ഥങ്ങളിൽ കിതാബുൽ ഫിതൻ എന്ന പേരിൽ ഫിത്നകളുമായി ബന്ധപ്പെട്ട് വിശാലമായ ഭാഗങ്ങൾ, സ്വഹീഹ് ബുഖാരി പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ പോലും ഫിത്നയുമായി ബന്ധപ്പെട്ട് വിശാലമായ ചർച്ചകൾ നമുക്ക് കാണാൻ കഴിയും. ഇമാം ഇബ്നു കസീർ റഹിമഹുള്ളാഹിയുടെ അൽ ബിദായത്ത് വന്നിഹായയിൽ അൽ ഫിത്ന വൽ മലാഹിം, കുഴപ്പങ്ങൾ, പരീക്ഷണങ്ങൾ എന്ന പേരിൽ വലിയൊരു ഭാഗം തന്നെ ചർച്ചകൾ എടുക്കുന്നത് കാണാൻ കഴിയും. അവിടെയൊക്കെ അവർ പഠിപ്പിക്കുന്നു, ഈ ഉമ്മത്തിന് ഏറ്റവും വലിയ ഒന്നാമത്തെ ഫിത്നയായി അവർ എണ്ണുന്നത് ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കൊലപാതകമാണ്. അതൊരു ഫിത്നയുടെ ഭാഗമായിട്ടുണ്ട്. വെറുതെ ഉണ്ടായ ഒരു കൊലപാതകമല്ല, ഒരു അബദ്ധവശാൽ പോയി കൊന്നതല്ല, ഒരു കുറ്റം ചെയ്തതിന്റെ പേരിൽ കൊന്നതല്ല. നേരെ മറിച്ച് മുസ്ലിം ഉമ്മത്തിൽ ബോധപൂർവം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ച ഒരു ഫിത്ന, ആ ഫിത്നയുടെ ഭാഗമായിട്ടാണ് ആ കൊലപാതകം നടക്കുന്നത്. അതായിരുന്നു ഫിത്നയുടെ ആരംഭം. അവിടെ മുതൽ പിന്നെ മുസ്ലിം ഉമ്മത്തിൽ ഫിത്നകൾ അവസാനിച്ചിട്ടില്ല. ഒന്ന് തുടങ്ങി, പിന്നെ അതിന് പിറകെ മേൽക്കുമേലെ ഫിത്നകൾ വന്നു. ഫിത്നകളുടെ സ്വഭാവം അങ്ങനെ തന്നെയാണ് എന്ന് ചില ഹദീസുകളിൽ സൂചനകൾ കാണാം. അഥവാ ഒരു മാലയുടെ ചരട് പൊട്ടിയ പോലെയാണ് ഫിത്ന എന്നാണ്. ഒരു മാലയുടെ മുത്തുമണികൾ കോർത്തുണ്ടാക്കിയ മാലയുടെ ചരട് പൊട്ടിയാൽ പിന്നെ ഒന്നിനു പിറകെ ഒന്നായി ആ മുത്തുകൾ താഴോട്ട് വീഴുന്നത് പോലെ ഒന്നാമത്തെ ഫിത്ന വന്നാൽ അതിന് പിറകെ പിന്നെ ധാരാളമായി ഫിത്നകൾ വന്നുകൊണ്ടേയിരിക്കുമെന്നാണ്. അത് ഖിയാമത്തിലേക്ക് അടുക്കും തോറും ഫിത്നകളുടെ ആധിക്യം ഉണ്ടാകും, ഫിത്നകൾ വ്യാപകമായി ഉണ്ടാകും. എന്തൊക്കെ പറഞ്ഞാലും നമ്മളൊക്കെ ജീവിക്കുന്നത് ഏതാണ്ട് ഖിയാമത്തിന്റെ തൊട്ട് അടുത്ത കാലഘട്ടങ്ങളിലാണ്. നബി തങ്ങളുടെ വരവ് തന്നെയും ഖിയാമത്തിന്റെ അടയാളമായി പ്രവാചകർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. നബി തങ്ങൾ പറഞ്ഞു, ഖിയാമത്തിന്റെ മുന്നോടിയായി 6 കാര്യം എണ്ണിക്കൊള്ളുക, 6 കാര്യം എണ്ണിക്കൊള്ളുക എന്ന് പറഞ്ഞ് അതിൽ ഒന്ന് നബി എണ്ണിയത് എൻ്റെ ആഗമനം ഖിയാമത്തിന് അടയാളമാണെന്നാണ്. അവസാനത്തെ നബിയാണ്, അവസാനത്തെ ഉമ്മത്താണ്. ഇനി നബി വരാനില്ല, ഇനി ഉമ്മത്ത് വരാനില്ല. അങ്ങനെ നോക്കുമ്പോൾ ഇതാ ഖിയാമത്തായി,
ഉമ്മത്തുകളുടെ കാലം കഴിഞ്ഞു, പ്രവാചകന്മാരുടെ വരവ് നിന്നു എന്ന് പറഞ്ഞാൽ അത് അവസാനമാണ്. എൻ്റെ വരവ് ഖിയാമത്തിന്റെ അടയാളമാണ്. മറ്റൊരു ഹദീസിൽ ബുഇസ്തു അന വസ്സാഅതു കഹാതൈൻ, ഞാനും ഖിയാമത്തും ഇതുപോലെയാണ് നിയോഗിക്കപ്പെട്ടത് എന്ന് പറയുകയുണ്ടായി. രണ്ട് വിരലുകൾ ചേർത്ത് പിടിച്ച് തന്റെ ചൂണ്ടുവിരലും തള്ളവിരലും ചേർത്ത് വെച്ചുകൊണ്ട് നബി തങ്ങളെ പറഞ്ഞു, ബുഇസ്തു അന വസ്സാഅതു കഹാതൈനി, ഞാനും ഖിയാമത്തും ഇതുപോലെയാണ് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. ഇൻ കാദത് ലതസ്ബിഖുനി, അത് എന്നെ മുൻകടക്കുമാറായിരിക്കുന്നു എന്നാണ്. ഞാൻ വരുന്നതിന് മുമ്പ് ഖിയാമത്ത് വരുമോ എന്ന് സംശയിക്കുമാറ് അത്രയേറെ ഞാനും ഖിയാമത്തും ഒന്നിച്ചാണ് വന്നത് എന്നാണ്. ഈ രണ്ട് വിരലുകൾ പോലെ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് വിരലുകൾക്കിടയിൽ മറ്റൊരു വിരലില്ല. അപ്പൊ നബിയും ഖിയാമത്തും ഒരു ഒന്നിച്ചാണ്. അതിനിടയിൽ ഇനി വേറെ നബി വരാനില്ല, വേറെ ഉമ്മത്ത് വരാനില്ല. അല്ലെങ്കിൽ ഈ രണ്ട് വിരലുകൾ തമ്മിലുള്ള വലിപ്പ വ്യത്യാസമാണ്, കാര്യമായ വലിയ മാറ്റമൊന്നുമില്ല എന്നതുപോലെ ഞാനും ഖിയാമത്തും അടുപ്പിച്ചടുപ്പിച്ചാണ്, അടുത്തടുത്തായിക്കൊണ്ടാണ് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഇത് നബി തങ്ങളുടെ ആഗമനം തന്നെ ഖിയാമത്തിന് അടയാളമാണ്. നബി തങ്ങളുടെ വഫാത്ത് ഖിയാമത്തിന് അടയാളമാണ്. ആ അടയാളങ്ങൾ ആരംഭിച്ച് പിന്നീട് ഫിത്നകൾ മേൽക്കുമേലെ ഒന്നിനു പിറകെ ഒന്നായി തുടർച്ചയായി ഫിത്നകൾ വന്നു. ആ വലിയ ഫിത്നകളുടെ ആരംഭമാണ് മഖ്തൽ ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കൊലപാതകത്തിലൂടെ ഉണ്ടായ ഫിത്ന എന്നുള്ളത് ഈ ഉമ്മത്തിലെ ഏറ്റവും വലിയ ഫിത്നയാണ്. ശേഷം വന്ന എല്ലാ ഫിത്നകളുടെയും അസുലായി കണക്കാക്കപ്പെടുന്നത്. പിന്നീട് വന്ന ഖവാരിജിയത്താവട്ടെ, ശിഈയത്താവട്ടെ, ഇതര മറ്റു സംഘങ്ങളാവട്ടെ, മറ്റ് ഏതെല്ലാം പ്രശ്നങ്ങളും കൊലപാതകങ്ങളും രാഷ്ട്രീയമായ കലാപങ്ങളും ഏതാണെങ്കിലും ശരി, ആ മുഴുവൻ ഫിത്നകളുടെയും അസുല് അതിനെല്ലാം അടിസ്ഥാനമായി പഠിപ്പിക്കപ്പെടുന്നത് ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കൊലപാതകമാണ്. പിന്നീട് ഖവാരിജിയത്ത് വന്നു. അതുപോലെ സമാനമായി വന്നൊരു വമ്പൻ ഫിത്നയായിരുന്നു ഖവാരിജിയത്ത്. അലി ഇബ്നു അബീ ത്വാലിബിന് എതിരായി രംഗത്ത് വന്ന ചില സംഘങ്ങൾ, അതും പ്രത്യേകം പ്ലാൻ ചെയ്ത് ആസൂത്രിതമായി ഉണ്ടാക്കി കൊണ്ടുവന്ന ചില ഫിത്നകളുടെ ഭാഗമാണ്. വിശുദ്ധ ഖുർആനിന്റെ ആയത്തോതി ഇനിൽ ഹുക്മു ഇല്ലാതില്ല, ഹുക്മ പറയാൻ, വിധി പറയാനുള്ള അധികാരം പടച്ച റബ്ബിനല്ലാതെ മറ്റാർക്കുമില്ല എന്ന വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് അസ്ഥാനത്തോലിക്കൊണ്ടാണ് അവർ രംഗത്ത് വരികയും ഈ ആയത്ത് പ്രകാരം അലി ഇബ്നു അബീ ത്വാലിബിന അള്ളാഹിന്റെ ഹുക്മ പ്രകാരമല്ലാതെ വിധിച്ചിരിക്കുന്നു, അതുവഴി അലിയും മുആവിയയുമെല്ലാം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിരിക്കുന്നു, അത് അംഗീകരിക്ക വഴി സ്വഹാബിമാർ മുഴുവനും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിരിക്കുന്നു എന്ന വാദവുമായി രംഗത്ത് വന്നവരാണ് ഖവാരിജുകൾ. 10 താഴെയുള്ള സ്വഹാബിമാരെ മാത്രമാണ് ഖവാരിജുകൾ മുസ്ലിമീങ്ങളായി അംഗീകരിച്ചത്. ബാക്കി എല്ലാ സ്വഹാബിമാരും ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്നാണ് ഈ ഖവാരിജുകളുടെ വാദം. ആദ്യകാലത്തൊക്കെ അവർ നല്ലവരായിരുന്നു, നബിയുടെ കാലത്ത് അവർ നല്ലവരായിരുന്നു, പിന്നീട് അവരൊക്കെ വഴിമാറിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് അവരെപ്പറ്റി ഖുർആനിൽ എവിടെയെങ്കിലും റളിയല്ലാഹു അൻഹും എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും ഇന്ന് ബാധകമല്ല, അന്നതൊക്കെ ഉഷാറായിരുന്നു, പക്ഷേ ആ കാലം കഴിഞ്ഞു, അവരൊക്കെ വഴിമാറി സഞ്ചരിച്ചു എന്ന് വാദിക്കുകയും ഒരു 5, 6, 7, 8 സ്വഹാബിമാർ മാത്രം അവരാണ് ആകെ മുസ്ലിമീങ്ങളായി നിലനിൽക്കുന്നത്, ബാക്കി എല്ലാവരും പിഴച്ചു പോയിരിക്കുന്നു എന്ന വാദവുമായി രംഗത്ത് വന്നവരാണ് ഖവാരിജുകൾ. ആ ഖവാരിജുകളുമായി അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഏറ്റുമുട്ടുകയുണ്ടായി നെഹ്റുവാൻ എന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട്. അന്ന് അലി ഇബ്നു അബീ ത്വാലിബ് ചോദിക്കുന്നുണ്ട്, ഇവർ മുസ്ലിമീങ്ങളാണല്ലോ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പ്രഖ്യാപിക്കുന്നവരാണല്ലോ അവരുമായി നമ്മൾ എങ്ങനെ ഏറ്റുമുട്ടും? കാരണം എന്താ? നബി തങ്ങൾ പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പ്രഖ്യാപിക്കുന്നതുവരെയാണ് ഏറ്റുമുട്ട അനുവാദമുള്ളത് എന്നല്ലേ, ഇത് പ്രഖ്യാപിച്ചവരാണല്ലോ, അവരുമായി നമുക്ക് എങ്ങനെ ഏറ്റുമുട്ടാൻ കഴിയും എന്ന് ചോദിക്കുമ്പോൾ അലി ഇബ്നു അബീ ത്വാലിബ് പറഞ്ഞു, നബി തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, എൻ്റെ ഉമ്മത്തിൽ ചില ആളുകൾ വരാനുണ്ട്, അവരുടെ മതത്തിൽ നിന്ന് തെറിച്ച് പുറത്തേക്ക് പോകും. ഏതുപോലെ ഒരു വേട്ടമൃഗത്തിലേക്ക് ഒരു അമ്പ് എങ്ങനെയാണ് തുളച്ച് അത് പുറത്തേക്ക് പോകുന്നത് എന്നതുപോലെ അവരുടെ മതത്തിൽ നിന്ന് പുറത്തു പോകുമെന്ന് നബി തങ്ങൾ പറഞ്ഞിരിക്കുന്നു. അത്തരം ആ സംഘത്തെ കണ്ടാൽ നിങ്ങൾ അവരുമായി യുദ്ധം ചെയ്യണമെന്ന് നബി തങ്ങൾ പറയുന്ന ഹദീസ് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് അലി ഇബ്നു അബീ ത്വാലിബ് പറഞ്ഞു കൊടുക്കുന്നു. സ്വഹാബത്ത് സമാധാനമാകുന്നു. അവരുമായി ഏറ്റുമുട്ടി നെഹ്റുവാൻ എന്ന സ്ഥലത്ത് വെച്ച് ഖവാരിജുകളുമായി അലി ഇബ്നു അബീ ത്വാലിബിന്റെ ഏറ്റുമുട്ടലുണ്ടായി. അതിനു മുമ്പ് അവരുമായി വൈജ്ഞാനികമായ സംവാദത്തിന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയെ അലി ഇബ്നു അബീ ത്വാലിബ് പറഞ്ഞയക്കുന്നു. ആ സംവാദത്തിൽ അവരുടെ വാദങ്ങളെ ഇബ്നു അബ്ബാസ് ശക്തമായി അവരെ പൊളിച്ചടക്കുകയും അവർ പറഞ്ഞ ഓരോ ന്യായങ്ങൾക്കും ഖുർആനും ഹദീസും മോദി കൃത്യമായ
മറുപടി നൽകുകയും ചെയ്യുമ്പോൾ അതിൽ പെട്ടുപോയ കുറെ സാധാരണക്കാർ തിരിച്ചു പോകുന്നതാണ്. കാരണം അവരൊരു വരവ് കണ്ടപ്പോൾ തരക്കേടില്ല, അവർ പറഞ്ഞാണ് ശരി എന്ന് മനസ്സിലാക്കി അതിലകപ്പെട്ടു പോയ കുറെ സാധുക്കൾ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ കാര്യം പിടികിട്ടി. ഏകദേശം 20,000 ആളുകളാണ് ഇബ്നു അബ്ബാസിന് സംവാദം കഴിയുമ്പോൾ അവർ പിന്നീട് തൗബ ചെയ്ത് ശരിയായ വഴിയിലേക്ക് മടങ്ങി വന്നത്. അല്ലാത്തവരുമായിട്ടാണ് അലി ഇബ്നു അബീ ത്വാലിബ് പിന്നീട് ഏറ്റുമുട്ടുന്നത്. അപ്പൊ അതൊരു വലിയ ഫിത്നയായിരുന്നു. ധാരാളം ആളുകളുടെ ഈമാൻ തെറ്റിപ്പോകാൻ അത് നിമിത്തമായി മാറി. ഖവാരിയത്തിന്റെ ആ ഒരു വരവോടുകൂടി അന്ന് മാത്രമല്ല ഇന്നും അതിൻ്റെ ബാക്കി പത്രങ്ങൾ സമൂഹത്തിലുണ്ട്. അവർ കൊണ്ടുവന്ന അതേ അടിസ്ഥാനങ്ങൾ ഇപ്പോഴും സ്വീകരിക്കുന്ന സംഘങ്ങളുണ്ട്. തീവ്രവാദ സംഘങ്ങളൊക്കെ അതെല്ലാം വേരുകൾ ഖവാരിയത്തിലേക്കാണ്. ISIS പോലെയുള്ള ഇന്ന് ലോകത്ത് വലിയ ചർച്ചയായി മാറിയ തീവ്രവാദ സംഘങ്ങൾ അവർ സ്വീകരിച്ച അടിസ്ഥാനങ്ങൾ ഈ ഖവാരിജുകളുടെ അടിസ്ഥാനമാണ്. അതുകൊണ്ടാണ് ഖവാരിജുൽ അസ്ർ, ഈ കാലഘട്ടത്തിലെ ഖവാരിജുകൾ എന്ന് ISനെ കുറിച്ച് സൗദി അറേബ്യയുടെ അന്നത്തെ ഗ്രാൻഡ് മുഫ്തിയായിരുന്ന അബ്ദുൽ അസീസ് അൽ ഷെയ്ഖ് റഹിമഹുല്ല അദ്ദേഹം അന്ന് പ്രഖ്യാപിച്ചത് ആ കാരണം കൊണ്ടാണ്. അന്ന് ആരംഭിച്ച ഫിത്ന അത് കെട്ടടങ്ങിയിട്ടില്ല എന്നർത്ഥം. അന്ന് തുടക്കം കുറിച്ച ആ ഫിത്ന അവർ അന്ന് വെച്ച അടിസ്ഥാനങ്ങൾ, അതേ അടിസ്ഥാനങ്ങൾ അന്ന് മുതൽ ഇന്ന് വരെയും മുസ്ലിം ഉമ്മത്തിൽ വ്യത്യസ്തമായ പേരുകളിൽ അത് ഇന്നും നിലനിൽക്കുന്നുണ്ട്. ആ ഫിത്ന അവസാനിച്ചിട്ടില്ല. ദീനിന് വേണ്ടി പോരാടുന്നുവെന്നാണ് ന്യായം. പക്ഷെ ദീനിന് വേണ്ടിയല്ല ആ പോരാട്ടങ്ങൾ പലപ്പോഴും വഴിമാറിയ പോരാട്ടങ്ങളാണ്. ധാരാളം ആളുകൾക്ക്, ആയിരക്കണക്കായ 10,000-കണക്കായ ആളുകൾക്ക് ഈമാൻ തെറ്റിപ്പോകാനാണ് ആ ഫിത്ന നിമിത്തമായി മാറിയത്. പിന്നീട് ഷിയായിസം വന്നു ഏതാണ്ട് അതേ സമയത്ത് തന്നെ. അതും തന്നെ പ്ലാൻ ചെയ്തുണ്ടാക്കിയ ഫിത്നകളായിരുന്നു. പക്ഷെ ആ ഫിത്നയിലും ജനലക്ഷങ്ങളുടെ ഈമാനാണ് തെറ്റിപ്പോയത്. ഖവാരിജിന്റെ നേരെ മറുവശമാണ് തശയ്യുഅ് ഷിയയിസം എന്നുള്ളത്. അവർ വേറെ ചില സ്വഹാബിമാരെ കുറിച്ച് അലി ഇബ്നു അബീ ത്വാലിബിനെ പോലെ, ഹസൻ ഹുസൈനെ പോലെ, ഫാത്തിമ ബിയെ പോലെയുള്ള ഏതാനും സ്വഹാബിമാരെ പേരെടുത്ത് അവർ മാത്രമേ മുസ്ലിമീങ്ങളായി നിലനിൽക്കുന്നുള്ളൂ, അല്ലാത്തവരെല്ലാം ഇസ്ലാം എന്ന് പുറത്തുപോയി എന്ന് വാദിക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് അടക്കം, ഉമർ ഖത്താബ് അടക്കം, ഉസ്മാൻ അഫ്ഫാൻ അടക്കം, ആയിഷ ബീവി അടക്കം റളിയല്ലാഹു അൻഹും അവരൊക്കെ മതഭ്രഷ്ടരാണ്, മുർത്തദീങ്ങളാണ്, ഇസ്ലാം എന്ന് പുറത്തുപോയവരാണ് എന്ന് വാദിച്ചുകൊണ്ട് രംഗത്ത് വന്നവരാണ് ഷിയാക്കൾ. അതും വലിയ ഫിത്നയായി മാറി. ആ ഫിത്നയിലും ധാരാളം ആളുകൾക്ക് അവിടെയെല്ലാം ഈമാൻ നഷ്ടപ്പെടാനാണ് അതൊക്കെ നിമിത്തമായി മാറിയത്. ഇങ്ങനെ ഏതൊക്കെ ഫിത്നകൾ വന്നുവോ അവിടെയൊക്കെ അനേകായിരങ്ങളുടെ ഈമാനാണ് പരീക്ഷിക്കപ്പെട്ടത്. മുഅ്തസിലിയാക്കൾ വന്നു. പ്രമാണങ്ങളെക്കാളേറെ ബുദ്ധിക്ക് പ്രാമുഖ്യം നൽകുന്ന, ആ ബുദ്ധിയോട് യോജിക്കാത്ത ആയത്തുകളെ, ഹദീസുകളെ ഒന്നുകിൽ നിഷേധിച്ചു തള്ളുന്ന അല്ലെങ്കിൽ വ്യാഖ്യാനിച്ച് ഒപ്പിക്കുന്ന വ്യത്യസ്തമായ വഴികേടുകൾ നിറഞ്ഞ സംഘമായ മുഅ്തസിലിയത്ത് ഹിജ്റ 2-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ രംഗത്ത് വന്നു. ചില രാജ്യങ്ങൾ പോലും പിടിച്ചെടുത്തവർ. ഇസ്ലാമിക ഭരണമുള്ള പ്രദേശങ്ങൾ പലതും മുഅ്തസിലിയാക്കളുടെ സ്വാധീനത്തിലായി. ഭരണാധികാരികളെ സ്വാധീനിച്ചു. ഭരണാധികാരികൾ പലരും മുഅ്തസിലി ആശയം സ്വീകരിച്ചു. പല നാടുകളെയും ഔദ്യോഗികമായ ആശയം മുഅ്തസിലി ആശയമായി പ്രഖ്യാപിക്കപ്പെട്ടു. അതുവഴി ഹദീസ് നിഷേധ പ്രവണതകൾ ലോകത്ത് വ്യാപകമായി ഉടലെടുത്തു. റബ്ബിന്റെ സിഫാത്തുകൾ നിഷേധിക്കുന്ന സാഹചര്യമുണ്ടായി. ഖബർ ശിക്ഷയും മേറാജ് യാത്രയും അതുപോലെ ശഫാഅത്തും തുടങ്ങിയ ധാരാളമായ കാര്യങ്ങളെ നിഷേധിക്കുന്നതിലേക്ക് പിന്നീട് അവർ എത്തിച്ചേർന്നു. അനേകായിരം മനുഷ്യന്മാരുടെ ഈമാൻ തെറ്റാൻ അത് നിമിത്തമായി മാറി. അവസാനം ഖൽഖുൽ ഖുർആൻ വാദമുണ്ടായി. ഖുർആൻ അല്ലാഹുവിന്റെ കലാമല്ല, ഖുർആൻ അല്ലാഹു സൃഷ്ടിച്ച ഒരു സൃഷ്ടി മാത്രമാണ്, അല്ലാതെ പഠിച്ചവന്റെ കലാമല്ല എന്ന വാദത്തിലേക്ക് എത്തുകയും അതിൻ്റെ പേരിൽ ഇമാം അഹ്മദിനെ പോലെയുള്ള ആളുകൾ ശക്തമായ പീഡനങ്ങൾക്ക് വിധേയമാവുകയും വലിയ വലിയ മഹാപണ്ഡിതന്മാർ കൊല്ലപ്പെടാനും ജയിലടക്കപ്പെടാനും എല്ലാമുള്ള ധാരാളം ഫിത്നകൾ ഇസ്ലാമിക രാജ്യങ്ങളെ മുഴുവൻ പിടിച്ചു കുലക്കിയ അനേക ലക്ഷം മനുഷ്യന്മാർ എന്ത് ചെയ്യുമെന്നറിയാതെ ആകെ പ്രയാസപ്പെട്ട ഒരു സാഹചര്യം പ്രലോഭനങ്ങളും പ്രകോപനങ്ങളും നടത്തി സാധാരണക്കാരെ വഴിതെറ്റിക്കാനാണ് പിന്നീട് അത്തരം ഭരണകൂടങ്ങൾ പരിശ്രമിച്ചത്. അതൊരു ഫിത്നയായിരുന്നു. അതേ തുടർന്ന് പിന്നെ വന്ന ഒരുപാട് ഫിത്നകളുണ്ട്. ചെറിയ ചെറിയ സംഘങ്ങളായി രൂപപ്പെട്ടു വന്ന ജഹ്മികൾ, ജബരികൾ, ജഅദികൾ, അത് മുമ്പ് വന്ന ഖദരികൾ, അതുപോലെ റാഫിദികൾ, ഇങ്ങനെ തുടങ്ങി വ്യത്യസ്തമായ പേരുകളിൽ ഹിജ്റ 2-ാം നൂറ്റാണ്ടും 3-ാം നൂറ്റാണ്ടുമൊക്കെയായി ഉടലെടുത്ത ധാരാളം സംഘങ്ങൾ കാണാൻ കഴിയും. അവരെല്ലാം പുതിയ പുതിയ വാദങ്ങളുമായി രംഗത്ത് വന്നവരാണ്. അതൊക്കെ നേരത്തെ പറഞ്ഞ
ആ ഒരു നൂല് പൊട്ടിയ മാലയിൽ നിന്ന് മുത്തുമണികൾ ഉതിർന്നു വീഴുന്നത് പോലെ ഒന്നിനു പിറകെ ഒന്നായി ഉതിർന്നു വീണ ഫിത്നകളായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവിടേക്ക് എന്താണ് ഒരു ശരിയായ മുസ്ലിം പരലോകം ആഗ്രഹിക്കുന്ന, ശരിയായ ദീനപ്രകാരം ജീവിക്കണമെന്ന് ചിന്തിക്കുന്ന, സ്വർഗം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന, തെറ്റിപ്പോകാൻ പാടില്ല എന്ന് കണിശതയുള്ള ഒരു മുസ്ലിം സ്വീകരിക്കേണ്ട നിലപാട് എന്ത് എന്നത് നമുക്ക് അവിടെയെല്ലാം ശരിയായ ചില മാതൃകകൾ കാണാൻ കഴിയും. ഈ ഓരോ ഫിത്ന വന്നപ്പോഴും അവിടേക്ക് അതിന് മാതൃകാപരമായി അതിന് ഡീൽ ചെയ്ത ഒരുപാട് വഴികൾ നമ്മുടെ മുമ്പിലുണ്ട്. അത് ഏതു കാലത്തേക്കുമുള്ള മാതൃകകളാണ്. ഫിത്ന അവസാനിക്കുന്നില്ല, ഫിത്നയും വന്നുകൊണ്ടേയിരിക്കും. അത് വ്യക്തികൾക്കുണ്ടാവാം, കുടുംബങ്ങൾക്കുണ്ടാവാം, നാടുകളുണ്ടാവാം, സംഘടനക്കുണ്ടാകാം. വ്യത്യസ്തമായ തലങ്ങളിൽ ഫിത്നകൾ വരും. ഒരു ഫിത്ന വരുമ്പോൾ ഒരുപാട് ആളുകളെ ഈമാൻ തെറ്റാൻ, ഒരുപാട് ആളുകൾ വഴിമാറി സഞ്ചരിക്കാൻ, ഒരുപാട് ഹദീസുകൾ നിഷേധിച്ചു തള്ളപ്പെടാൻ, അതേപോലെ വ്യത്യസ്തമായ വഴികളിൽ വഴിമാറി സഞ്ചരിക്കാൻ എല്ലാം നിമിത്തമായി മാറും ഓരോ ഫിത്നകളും. ഒരുപക്ഷെ അറിയില്ല ഇത് ഫിത്നയാണ് എന്ന്, അത് പെട്ടവൻ അറിയില്ല ഞാൻ പെട്ടുപോയി എന്ന്. മുൻഗാമികൾ പറയാറുള്ളത് ഒരു ഫിത്ന വരുമ്പോൾ ഉലമാഇന് മാത്രമാണ് മനസ്സിലാവുക ഇത് ഫിത്നയാണ് എന്ന്. എല്ലാം കഴിഞ്ഞ് അത് പിന്തിരിഞ്ഞു പോകുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകും അത് ഫിത്നയായിരുന്നുവെന്ന്. പക്ഷെ ആ മനസ്സിലാകൊണ്ട് പിന്നെ കാര്യമില്ല. അപ്പോഴേക്ക് എല്ലാവരും പെട്ടുകഴിഞ്ഞു എന്നർത്ഥം. ഒരുപാട് ആളുകൾ അതിലകപ്പെട്ടു പോയിട്ടുണ്ടാകും. ആ ഫിത്നകൾ ഇനിയും ഉണ്ടാകുമെന്ന് മാത്രമല്ല, ഇനിയാണ് ഉണ്ടാവുക. ഖിയാമത്തിലേക്ക് അടുക്കും തോറും ഫിത്നകൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, എത്ര നമ്മൾ ഖിയാമത്തിലേക്ക് അടുക്കുമോ അത്രയും ആ ഫിത്നകളുടെ ആധിക്യം ഉണ്ടാകും. നബി തങ്ങൾ പറഞ്ഞതാണ്, ഇരുട്ടുള്ള രാത്രിയുടെ ഒരു ഭാഗം പോലെ ഫിത്നകൾ വരും. ഇരുട്ടുള്ള രാത്രിയുടെ പ്രത്യേകത എന്താ? രാത്രി പെട്ടെന്ന് ഇരുട്ടായി കഴിഞ്ഞാൽ എത്ര വലിയ കാഴ്ചശക്തിയുള്ള മനുഷ്യനും അതോടുകൂടി സ്റ്റക്കായി പോകും. പെട്ടെന്ന് കരണ്ടങ്ങ് പോയി, മൊത്തം ഇരുട്ടായി മാറി. എങ്കിൽ എത്ര കണ്ണിന് ഒരു കുഴപ്പമില്ലാത്ത ആളാണെങ്കിലും ഒന്ന് സ്റ്റക്കാകും, മുന്നോട്ട് പോകാൻ കഴിയില്ല, നടക്കാൻ കഴിയില്ല, ആകെ ഇരുട്ടായി, എങ്ങോട്ടാ പോകേണ്ടതറിയില്ല. പിന്നെ പോകണമെങ്കിൽ ഒരു വെളിച്ചം ലഭിക്കണം, എന്തെങ്കിലും ഒരു ലൈറ്റ്. നമ്മൾ ഇന്നാണെങ്കിൽ ഒരു മൊബൈലെങ്കിലും ഒന്ന് ഓണാക്കി ടോർച്ചടിച്ചാലാണ് പിന്നീട് പോകാൻ കഴിയാം. അല്ലെങ്കിൽ ഒരടി മുന്നോട്ട് വെച്ചാൽ അവിടെ കുണ്ടുണ്ടോ കുഴിയുണ്ടോ, അവിടെ പോയി തല വെച്ചടിക്കുമോ, വല്ല പരിക്കും പറ്റുമോ ഒന്നും പറയാൻ കഴിയില്ല. അന്തം വിട്ട ആകെ അമ്പരന്ന് നിൽക്കുന്ന അവസ്ഥയുണ്ടാകും രാത്രി ഇരുട്ടായി കഴിഞ്ഞാൽ. ഇതുപോലെയുള്ള ഫിത്നകൾ വരുമെന്നാണ് നബി തങ്ങൾ ഉദാഹരണ സഹിതം പറഞ്ഞത്. ആ ഫിത്നകൾ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്, എന്താ ചെയ്യേണ്ടത്, ഒരു പിടുത്തവും കിട്ടാത്ത സാഹചര്യം ഉണ്ടാകും. അറിവുള്ളവർ പോലും സ്തംഭിച്ചു നിൽക്കുന്ന, ഇതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പറയാൻ കഴിയാത്ത, എന്താ യാഥാർത്ഥ്യമെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത, ഒരുപാട് തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കപ്പെടുന്ന, പലരും പലരെക്കുറിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യാജ പ്രചാരങ്ങൾ അഴിച്ചുവിടുന്ന സാഹചര്യം ഫിത്നകൾ ഉണ്ടാകും. അതാണ് കഴിഞ്ഞ എല്ലാ ഫിത്നക്കും ഉണ്ടായത്. ഞാൻ പറഞ്ഞല്ലോ, സ്വഹാബിമാരെ കുറിച്ച് പോലും ആ സ്വഹാബത്ത് ഇസ്ലാം എന്ന് പുറത്തുപോയി എന്ന് പറയാൻ ധൈര്യം കാണിച്ചെങ്കിൽ പിന്നെ ഇതല്ലാത്തവരെ പറ്റി പറയാൻ വല്ല പ്രയാസം ഉണ്ടാകും. ഈ നിലയ്ക്ക് ഫിത്നകൾ വരുമ്പോൾ അവിടെ രക്ഷപ്പെടാനുള്ള ചില വഴികൾ അല്ലാഹു റസൂൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഫിത്ന ഉണ്ടാകുമെന്ന് പറയാൻ മാത്രമല്ല നബി ചെയ്തത്, ആ ഫിത്ന വന്നാൽ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ആ ഫിത്ന നമ്മളെ ബാധിക്കാതിരിക്കാനുള്ള മുൻകരുതലുകളായി നമ്മൾ നിർവഹിക്കേണ്ടത്, നാം ചെയ്യേണ്ടത് എന്ന അധ്യാപനങ്ങൾ നമുക്ക് കൃത്യമായി പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. ആ മാർഗമാണ് നമ്മൾ അവിടെ സ്വീകരിക്കേണ്ടത്. ഒന്ന് അതിൽ പഠിപ്പിച്ചത് അൽ ഫിറാറു മിനൽ ഫിതൻ എന്നാണ്. ഫിത്നയിൽ നിന്ന് അകന്നു നിൽക്കുക. ഫിത്നയിൽ പോയി ചാടല്ല വേണ്ടത്. അവിടെ കയറി അവിടെ ആളായി അഭിപ്രായം പറഞ്ഞ് അത് തീരുമാനമാക്കാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെടുകയല്ല വേണ്ടത്. പരമാവധി ആ ഫിത്നയിൽ നിന്ന് വിട്ടൊഴിഞ്ഞ് അതിലേക്ക് വരാതെ മാറി നിൽക്കാൻ പരിശ്രമിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസ് അതാണ്. നബി തങ്ങൾ പറഞ്ഞു, ഫിത്നകൾ വരും. ആ ഫിത്ന വരുമ്പോൾ അവിടെ അൽ ഖാഇദു ഫീഹാ ഖൈറും മിനൽ ഖായിമി, ഇരിക്കുന്നവനാണ് നിൽക്കുന്നവനേക്കാൾ ഖൈറായവൻ, നിൽക്കുന്നവനാണ് നടക്കുന്നവനേക്കാൾ ഖൈറായവൻ, നടക്കുന്നവനാണ് ഓടുന്നവനേക്കാൾ ഖൈറായവൻ എന്നതിൽ ആശയം എന്താ? ഒരു ഫിത്ന വരുമ്പോൾ അവിടെ പരമാവധി ഒരു മനുഷ്യൻ എങ്ങനെ താഴോട്ട് പിറകോട്ട് മാറി നിൽക്കാൻ കഴിയുമോ അതാണ് വേണ്ടതെന്ന് അർത്ഥം. അവിടെ സജീവമായി ഇറങ്ങിപ്പുറപ്പെട്ട് ആ ഫിത്നയെ ആളിക്കത്തിക്കാനും ആ ഫിത്നയ്ക്കിടയിൽ തൻ്റെ ഒരു റോൾ നിർവഹിക്കാനും ഒക്കെ പരിശ്രമിക്കുന്നുവെങ്കിൽ അത്
വലിയ നഷ്ടമായിരിക്കും ഒരു പക്ഷെ അവനുണ്ടാവുക. കളവുകൾ പറയാൻ, വ്യാജ പ്രചാരങ്ങൾ നിർവഹിക്കുവാൻ, തെറ്റായ ഒരുപാട് കാര്യങ്ങൾക്ക് കൂട്ടുനിൽക്കാൻ എല്ലാം അവിടെ നിമിത്തമായി അത് മാറും. അത് സ്വഹാബത്ത് സ്വീകരിച്ച നിലപാടാണ്. ഖവാരിജുകളുടെ ഫിത്നകൾ വന്നപ്പോൾ, അതുപോലെ ജമൽ സിഫിൻ യുദ്ധമുണ്ടായപ്പോൾ, ഷിയാക്കളുടെ ഫിത്ന വന്നപ്പോൾ അവിടേക്ക് സ്വഹാബത്ത് സ്വീകരിച്ച ചില നിലപാടുകളുണ്ട്. ഇബ്നു ഉമറിനെ പോലെയുള്ള സ്വഹാബിമാർ, സയ്യിദ് ഇബ്നു അബീ വഖാസിനെ പോലെ സ്വഹാബിമാർ അവരൊക്കെ കാണിച്ച ചില മാതൃകയുണ്ട്. അവരൊക്കെ ഒരു ഫിത്നയിലേക്കും പോകാതെ മാറി നിൽക്കുകയായിരുന്നു അവർ ചെയ്തത്. ഇബ്നു ഉമർ ചോദിക്കുന്നത്, എന്താണ് ഇത്രയേറെ ഫിത്ന ഉണ്ടായിട്ടും നിങ്ങൾ എന്താണ് ഒരു അഭിപ്രായം പറയാത്തത്? നിങ്ങൾ എന്താണ് ഒരു പക്ഷം ചേർന്നുകൊണ്ട് അവിടെ ഇടപെടാൻ വരാത്തത്? അദ്ദേഹം പറഞ്ഞ മറുപടി ഉണ്ട്, ലാ ഉഖാതിലു ഫിൽ ഫിത്ന, ഫിത്നയിൽ യുദ്ധം ചെയ്യാൻ ഞാനില്ല, ഫിത്നയിൽ കയറി യുദ്ധം ചെയ്യാൻ ഞാനില്ല എന്നാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അന്ന് നൽകുന്ന മറുപടി. മാത്രവുമല്ല, അയ്യൂബ് സഖ്തിയാനി റഹിമഹുല്ലാഹ് പറയുന്നു, ഇന്ന മിൻ സആദത്തി റജുലി അൻ യമൂത വലാ യഅരിഫു ബിശൈഇൻ മിൻ ഹാദിഹിൽ അഹ്വാ. ഇത്തരം ദേഹേച്ഛകൾ, ഈ ഫിത്ന ഫസാദുകൾ ഒന്നും അറിയാതെ ഒരു മനുഷ്യന് മരിക്കാൻ കഴിഞ്ഞാൽ അത് വലിയ സൗഭാഗ്യമാണ് എന്നാണ് അയ്യൂബ് സഖ്തിയാനി റഹിമഹുല്ലാഹ് അന്ന് നൽകുന്ന ഉപദേശം. അപ്പൊ ഫിത്നയുണ്ട് കേട്ടാൽ അവിടെ വേഗം പോയി തലയിടല്ല വേണ്ടത്. എന്താ പ്രശ്നം, പോയി നോക്കട്ടെ, എന്താ അവിടെ എന്ന് ചോദിക്കല്ല. പരമാവധി നമ്മെ ബാധിക്കാതിരിക്കാനുള്ള വഴി നാം അതാണ് അത് സ്വീകരിക്കേണ്ടത്. രണ്ടാമത്, നാവിനെയും കയ്യിനെയും സംരക്ഷിക്കാനാണ്. നാവിനെയും കയ്യിനെയും സംരക്ഷിക്കുക. കയറി അഭിപ്രായം പറയുകയല്ല. ഓരോ ഫിത്നയും കയറി എന്തെങ്കിലും വിളിച്ചു പറഞ്ഞ് ചിലപ്പോൾ കുറേ കാലം കഴിയുമ്പോൾ മനസ്സിലാവും നമ്മളെന്നാ പറഞ്ഞൊക്കെ അബദ്ധമായിരുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യങ്ങളിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അനാവശ്യമായ തർക്കങ്ങൾ, ബഹളങ്ങൾ, കേവലമായ ആരോപണ പ്രത്യാരോപണങ്ങൾ എല്ലാം ഉണ്ടാകുമ്പോൾ എല്ലാ ഗ്രൂപ്പിലും കയറി അങ്ങനെ കുറേ വോയിസ് ഇട്ട് ഒരുപാട് ഇടപെട്ട് ഒരുപാട് സമയം പാഴാക്കി പിന്നെ ഒരു പക്ഷേ ഒരു 6 മാസം, 1 കൊല്ലം, 2 കൊല്ലം, 5 കൊല്ലം കഴിയുമ്പോൾ തോന്നും അന്നാ പണമൊക്കെ വെറുതെ ആയിരുന്നു. അങ്ങനൊന്നും അല്ല, അത് യാഥാർത്ഥ്യമല്ല, അത് ശരിയല്ല എന്ന് അന്ന് മനസ്സിലായിട്ട് എന്ത് കാര്യമുണ്ട്? അപ്പോഴേക്ക് ഒരുപാട് തിന്മകൾ വാരിക്കൂട്ടിയിട്ടുണ്ടാവും നമ്മൾ. അതുകൊണ്ട് അവിടെ നമ്മുടെ നാവിനെ നമ്മൾ സംരക്ഷിക്കുക, അനാവശ്യമായ കാര്യങ്ങൾ പറയാതിരിക്കുക എന്നാണ്. അനിവാര്യമുണ്ടെങ്കിലേ പറയേണ്ടതുള്ളൂ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. സൂനു ദിമാഅക്കും വകുഫു ഐദിയക്കും, ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് അന്ന് നൽകിയ ഉപദേശമാണ്. ഫിത്നകൾ വ്യാപകമായി വന്നപ്പോൾ ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് നൽകിയ ഉപദേശം കാണാം, സൂനു ദിമാഅക്കും, നിങ്ങളുടെ രക്തത്തെ നിങ്ങൾ സംരക്ഷിക്കുക. പരസ്പരം രക്തം ചിന്താൻ പാടില്ല, പരസ്പരം കൊല്ലാൻ പാടില്ല. ഒരാളുടെ രക്തം അത് പവിത്രമാണ്, ആ രക്തം ചിന്താൻ പാടില്ല. വകുഫു ഐദിയക്കും, നിങ്ങളുടെ കൈകളെ നിങ്ങൾ തടഞ്ഞു വെക്കുക. അവിടെ ഫിത്നയിൽ പോയി അക്രമങ്ങൾ നടത്താൻ, അവിടെ പോയി കുഴപ്പമുണ്ടാക്കാൻ നിങ്ങൾ പോകേണ്ടതില്ല. വൽസമു ബുയൂതക്കും, നിങ്ങൾ വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടുക എന്നാണ്. അത്ര വ്യാപകമായ ഫിത്നയാണോ, ഇറങ്ങേണ്ടതില്ല, നിങ്ങൾ വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടിക്കൊള്ളുക എന്നുവരെ അന്നത്തെ വ്യാപകമായ ഫിത്നകളിൽ അവ നൽകിയ ഉപദേശങ്ങളായി കാണാൻ സാധിക്കുന്നു. അപ്പൊ ആ കാര്യം പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മൂന്നാമതായി, ഇൽമിന്റെ വഴിയെ സഞ്ചരിക്കുക, അറിവ് തേടുക. ഫിത്ന എപ്പോഴും അറിവില്ലായ്മയുടെ ദുരന്തമായിട്ടാണ് ഫിത്നകൾ കടന്നു വരിക. അറിവില്ലായ്മയാണ് ഫിത്നകൾക്ക് നിമിത്തമായി മാറുക. അറിവില്ലായ്മയാണ് അവിടെ ദുരുപയോഗം ചെയ്യപ്പെടുക. ആളുകളുടെ ജഹാലത്ത്, ആളുകളുടെ അറിവില്ലായ്മ ഈ ഫിത്നക്കുള്ള ഒരു അടിസ്ഥാനമാക്കി അത് പ്രചരിപ്പിക്കാനുള്ള മാർഗമാക്കി പലരും ദുരുപയോഗം ചെയ്തേക്കാം. അവിടെ അറിവിന്റെ വഴിയെ സഞ്ചരിക്കുക. അത് 2 രൂപത്തിലാണ്. ഒന്ന്, അനിവാര്യമായി അറിയേണ്ട കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെക്കുക. ഒരു ഫിത്നക്ക് കാത്തിക്കില്ല, ഫിത്ന വന്നിട്ടല്ല പഠിക്കേണ്ടത്, അതിന് മുമ്പേ തന്നെ നമ്മുടെ ദീൻ സംരക്ഷിക്കാൻ ആവശ്യമായ അറിവുകളെ നേടുക. 2 തരം അറിവാണ്. ഒന്ന് ഫർള് ഐനായ അറിവാണ്, 2 ഫർള് കിഫായ അറിവാണ്. ഫർള് ഐനായത് 5 നേരത്തെ നിസ്കാരം പോലെ, റമദാനിലെ നോമ്പ് പോലെ ഓരോ വ്യക്തിയും നിർബന്ധമായും അറിയേണ്ടുന്ന അറിവുകൾ ഫർള് ഐനായ അറിവുണ്ട്. നമ്മുടെ വിശ്വാസ കാര്യങ്ങൾ, ഈമാൻ കാര്യം 6 എണ്ണം, ഇസ്ലാം കാര്യം 5 എണ്ണം, അഖീദയുടെ അടിസ്ഥാന പാഠങ്ങൾ, ഇതൊക്കെ ഫർള് ഐനായ കാര്യങ്ങളാണ്. അത്തരം അറിവുകൾ എല്ലാവർക്കും ഉണ്ടായിരിക്കണം. അത് ആരെങ്കിലും പഠിച്ചാൽ പോരാ. അത് പഠിക്കുന്ന ഉസ്താദിനറിയാം, ഖത്തീബിനറിയാം, ഞങ്ങളെ ഉസ്താദിനറിയാം, അത് പോരാ. നമ്മളെല്ലാം പഠിച്ചിരിക്കണം അടിസ്ഥാന അഖീദയുടെ പാഠങ്ങൾ, ഈമാൻ കാര്യങ്ങൾ 6ഉം അതിന് അനിവാര്യമായ വിശദാംശങ്ങളും നമുക്കെല്ലാം അറിയണം. അത് കേട്ട് പോയാൽ പോരാ. അതങ്ങനെ നമ്മളും അതിൻ്റെ ആളാണ്, ഞാനും മുജാഹിദാണ് എന്ന് പറഞ്ഞ് അങ്ങനെ നേരം എടുത്ത് വൈകുന്നേരം വരെ ഓടിപ്പോയതുകൊണ്ട് മാത്രം
ഒരാൾക്ക് അറിവുണ്ടാകണമെന്നില്ല. അപ്പം അറിയാൻ നമ്മൾ പരിശ്രമിക്കണം, പഠിക്കാൻ ശ്രമിക്കണം. പ്രത്യേകിച്ച് ഖിയാമത്തിലേക്ക് അടുക്കും തോറും ഫിത്ന കൂടി വരുമ്പോൾ നമ്മൾ ദീനു പഠിക്കാൻ കുറച്ചുകൂടെയൊക്കെ സമയം കാണേണ്ടതുണ്ട്. ഇത്തരം പഠന ക്ലാസ്സുകളാണെങ്കിലും അതുപോലെ ജുമുഅ ഖുതുബയാണെങ്കിലും അതല്ലാത്ത വ്യവസ്ഥാപിതമായ അറിവിൻ്റെ വഴികളാണെങ്കിലും അവിടെയൊക്കെ അറിവിൻ്റെ കൂടെ സഞ്ചരിക്കുക എന്നുള്ളത് ഫിത്നകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴിയായാണ് മുൻഗാമികൾ നമ്മെ പഠിപ്പിക്കുന്നത്. മാത്രമല്ല അറിവുള്ള ആളുകളോടൊപ്പം ചേർന്നിരിക്കുക, ദീന് ശരിയാവണ്ണം അറിയുന്ന, അത് പഠിച്ച, ഇഖ്ലാസുള്ള, തഖ്വയുള്ള, ദുരുദ്ദേശങ്ങളില്ലാത്ത, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ആത്മാർത്ഥമായി സേവനം ചെയ്യുന്നുവെന്ന് നമുക്ക് ബോധ്യമുള്ള ആളുകളുടെ കൂടെ നിൽക്കുക എന്നാണ്. ഒറ്റയ്ക്ക് നിന്നാൽ പലപ്പോഴും ഫിത്നയിൽ പോയി അകപ്പെട്ടേക്കാം. ഞാനൊന്നുമില്ല, ഞാൻ എതിരേക്കുമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാം. ഒരു കൂട്ടായ്മയും കൂടാതിരിക്കുക, ഒരാളെ കൂടെയുമില്ല, ഞാൻ എൻ്റെ കാര്യവുമായി പോവുകയാണ് എന്ന് കരുതിയാൽ ഫിത്ന ഇല്ലാത്ത ഒരുപക്ഷെ പ്രശ്നം ഉണ്ടാവില്ല. ഫിത്നകൾ വരുമ്പോൾ അറിയാതെ ചെന്ന് ചാടിപ്പോകും. ഒറ്റപ്പെട്ടവനെ ചെന്നായി പിടിക്കുമെന്ന് നബിതങ്ങൾ ഉദാഹരണ സഹിതം പറഞ്ഞു. എപ്പോഴും സംഘത്തിന് കൂടെ നിൽക്കണം. വകൂനു മഅസ്സാദിഖീൻ, വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, നിങ്ങൾ സ്വാദിഖീങ്ങളുടെ കൂടെയാകണം, സത്യസന്ധന്മാരുടെ കൂടെ നിൽക്കണമെന്നാണ്. അലൈക്കും ബിൽ ജമാഅ, നിങ്ങൾ സംഘമായി നിൽക്കണം. മുസ്ലിം ഉമ്മത്തിന്റെ കൂടെ, ജമാഅത്തിന്റെ കൂടെയാണ് നിങ്ങൾ നിൽക്കേണ്ടത്. ഒറ്റപ്പെട്ടു പോയവൻ അവൻ എന്തായിരുന്നാലും ഫിത്നകപ്പെട്ടു പോകും. ഏതുപോലെ ഒരു ആട്ടിൻകൂട്ടം ഒന്നിച്ചു പോകുമ്പോൾ ഒറ്റപ്പെട്ട ആട്ടിൻകൂട്ടത്തെയാണ് ചെന്നായ പിടിക്കുക. ഒരു വലിയ ആട്ടിൻകൂട്ടം ഒന്നിച്ചു പോകുകയാണെങ്കിൽ ചെന്നായ ആക്രമിക്കുക. ഒരു ആട്ടിൻകുട്ടിയും അതിനല്പം പിറകോട്ടായി പിന്തിരിഞ്ഞു എങ്കിൽ ആ ഒറ്റപ്പെട്ട ആടിനെയാണ് ചെന്നായ പിടികൂടുക എന്ന് പറഞ്ഞതുപോലെയാണ്. ഒന്നിനും പെടുന്നില്ല, ഏതിക്കുമില്ല, ഞാനൊന്നുമില്ല, ഞാൻ ആരൊപ്പമില്ല എന്ന് പറഞ്ഞ് നമ്മളെ വഴിക്ക് പോയാൽ എവിടെ വെച്ചാണ് എങ്ങനെയാണ് നമ്മളെ ഫിത്ന ബാധിക്കുക എന്ന് പറയാൻ കഴിയില്ല. ഒറ്റപ്പെട്ട ആടിനെ ചെന്നായ പിടിക്കും പോലെ ഒറ്റപ്പെട്ടു പോകുന്നവനെ പിശാചിനെ പിടികൂടാൻ എളുപ്പമാണ്. അപ്പൊ എപ്പോഴും ജമാഅത്തിന്റെ കൂടെ, സംഘത്തിന് കൂടെ നിൽക്കുക. അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി, അഹ്ലുസുന്നക്ക് വേണ്ടി, ശരിയായ നിലപാടുകൾക്ക് വേണ്ടി നിലകൊള്ളുന്നുവെന്ന് ബോധ്യമുള്ള സംഘങ്ങൾ, കൊച്ചു കൊച്ചു സംഘങ്ങളാകാം, വലിയ സംഘമാവാം, സംഘടനയാവാം, കൂട്ടായ്മയാവാം, മുസ്ലിമുകളെ പൊതുവായ എന്തെങ്കിലും നമുക്ക് സംവിധാനമാകാം. എന്താണെങ്കിലും അത്തരം സംവിധാനങ്ങളോട് ചേർന്ന് ആ ടീമിനെ കൂടെ പോവുക, അതെപ്പോഴും സുരക്ഷയാണ്. അത് സുരക്ഷയാണ്. അള്ളാഹിന്റെ ദീനിനു വേണ്ടി പരിശ്രമിക്കുന്ന ഒരു സംഘമാണോ, ദൗത്യ സംഘമാണോ എങ്കിൽ അതെപ്പോഴും സുരക്ഷയാണ്. ആ സുരക്ഷയിൽ കൂടെ നിന്നാൽ, ആ സംഘത്തിന് കൂടെ നിന്നാൽ അത് നമുക്ക് പലപ്പോഴും ഒരു സുരക്ഷയായി മാറും. അപ്പൊ അത്തരം ഉലമാഇന്റെ പിറകിൽ, ദീൻ അറിയുന്ന വിവരമുള്ള പണ്ഡിതന്മാരുടെ കൂടെ നിൽക്കുക എന്നുള്ളത് എപ്പോഴും സുരക്ഷയാണ്. കഴിഞ്ഞ കാല ഫിത്നയിലൊക്കെ നമുക്കത് കാണാൻ കഴിയും. ആ ഫിത്നകൾ എന്നും എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നപ്പോഴും ശരിയായ നിലപാടെടുത്ത് നേതൃപരമായ പങ്കുവഹിച്ചത് പലപ്പോഴും പണ്ഡിതന്മാരായിരുന്നു. സ്വഹാബത്തിന്റെ കാലത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഖവാരിജുകളും ഷിയാക്കളും അതുപോലെ ഖദരികളും എല്ലാം വന്ന കാലത്ത് സ്വഹാബിമാർ ജീവിച്ചിരിപ്പുണ്ട്. ഖദരിയത്ത് ബസ്രയിൽ തുടക്കമിട്ടു, അത് പിന്നെ മദീനത്തേക്ക് വന്നു. സ്വഹാബത്തെന്ന് മരിച്ചു തീർന്നിട്ടില്ല. അന്ന് ഇബ്നു ഉമറിനെ പോലെ സ്വഹാബിമാർ പരസ്യമായി പ്രഖ്യാപിച്ചു അവരുമായി യാതൊരു ബന്ധവുമില്ലാന്ന്. സാധാരണക്കാരെ സംബന്ധിച്ച് പിന്നെ ബാക്കിയൊന്നും നോക്കേണ്ട കാര്യമില്ല. അവർക്ക് എല്ലാ വിശദാംശങ്ങളും അറിയാൻ സംവിധാനം ഉണ്ടാകണമെന്നില്ല. ഇബ്നു ഉമറിനെ പോലുള്ള സ്വഹാബിമാർ അവരങ്ങ് പ്രഖ്യാപിച്ചു, ഖദർ നിഷേധിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അറിഞ്ഞുകൊള്ളുക, ഫഇന്ന ഇബ്നു ഉമർ ബരീഉം മിൻഹും വഹും ബുറാഉ മിന്നി. ഇബ്നു ഉമറിന് അവരുമായി യാതൊരു ബന്ധവുമില്ല, അവർക്ക് ഇബ്നു ഉമറുമായും യാതൊരു ബന്ധവുമില്ല. ഉഹുദ് മലയോളം സ്വർണം അവർ ചെലവഴിച്ചാലും ശരി അത് സ്വീകരിക്കപ്പെടുകയുമില്ല. ഹത്താ യുഅ്മിനൂ ബിൽ ഖദർ, അല്ലാഹുവിന്റെ ഖദർ വിശ്വസിക്കാത്ത കാലത്തോളം അവരിന് ഉഹുദ് മലയോളം സ്വർണം അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ചെലവഴിച്ചാലും ശരി സ്വീകരിക്കപ്പെടുകയില്ല എന്ന നിലപാട് ഇബ്നു ഉമർ പ്രഖ്യാപിച്ചപ്പോൾ സാധാരണക്കാരെ സംബന്ധിച്ച് അത് മതി, അതൊരു ഐഡന്റിറ്റിയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖവാരിജുകളുമായി സംവദിക്കാൻ പോയി. ഞാൻ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, ഈ ഉമ്മത്തിലെ ഒന്നാമത്തെ സംവാദം അതാണ്. അന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ഏത് സാധാരണക്കാരനും മനസ്സിലാകാൻ പറ്റാവുന്ന ചില അടയാളങ്ങൾ പറഞ്ഞു കൊടുത്തു അവർ പിഴച്ചവരാണ് എന്നതിന്. എല്ലാവർക്കും എല്ലാ ആയത്തും മനസ്സിലാക്കി അതിൻ്റെ ശരിയായ വിശദീകരണം എന്താണ്, അല്ലാത്ത എന്താണ് എന്നൊക്കെ വേർതിരിച്ചറിയാൻ കഴിയണമെന്നില്ല. അന്ന് ഇബ്നു അബ്ബാസ് പറഞ്ഞു, നിങ്ങൾ വഴി പിഴച്ചവരാണ് എന്നതിന് ഏറ്റവും വലിയ തെളിവ് സ്വഹാബിമാർ ഇത്രയും ജീവിച്ചിട്ടുണ്ടായിട്ടും ഒരു സ്വഹാബി പോലും നിങ്ങളെ കൂടെ കൂടിയിട്ടില്ല. അതിൻ്റെ തെളിവ് നിങ്ങൾ പിഴച്ചിരിക്കുന്നു. കാരണം നിങ്ങൾ പറയുന്നതാണ് ശരിയെങ്കിൽ ആ ശരി സ്വീകരിക്കാൻ ആദ്യം മുന്നോട്ട് വരിക സ്വഹാബിമാരായിരിക്കും. ഈ സ്വഹാബിമാരൊക്കെ ജീവിച്ചിട്ടുണ്ടായിട്ടും ഒരു സ്വഹാബിയും നിങ്ങളെ കൂടെ ഇല്ലല്ലോ. അപ്പൊ മനസ്സിലാക്കാം,
നിങ്ങളുടെ റൂട്ട് ശരിയല്ല. അത് സാധാരണക്കാരെ സംബന്ധിച്ച് ഒരു നിലപാടാണ്, അതൊരു ഐഡന്റിറ്റിയാണ്. മുഅ്തസിലിയാക്കളെ ഫിത്ന വന്നു. അന്ന് ഹസൻ ബസ്രിയാണ് നേതൃപരമായ പങ്ക് വഹിച്ചത് അഹ്ലുസുന്നക്ക്. മുഅ്തസിലിയാക്കൾ രംഗത്ത് വരികയും പ്രമാണങ്ങളെക്കാളേറെ ബുദ്ധിക്ക് പ്രാമുഖ്യം നൽകുകയും പല ഹദീസുകളെയും നിഷേധിക്കുകയും ചെയ്ത പ്രവണത വന്നു. കുറെ ആളുകൾക്ക് വസ്വാസായി, എന്താ ചെയ്യുക? ഇവരിങ്ങനെ ചോദിക്കുന്നു, ഈ ഹദീസ് എടുക്കാൻ പറ്റൂ, ആ ഹദീസ് എടുക്കാൻ പറ്റൂ, ആ ആയത്ത് എന്താ ചെയ്യുക എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ പല ഭാഗത്തു നിന്നും വരുമ്പോൾ അന്ന് ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് പ്രഖ്യാപിച്ചു, ഇന്ന വാസിൽ ഖദ് അസന. മുഅ്തസിലിയാക്കളുടെ സ്ഥാപകൻ വാസിൽ ഇബ്നു അത്വാ എന്ന് പറയുന്ന മനുഷ്യൻ, അയാൾ നമ്മുടെ വഴി വിട്ടുപോയിരിക്കുന്നു, അഹ്ലുസുന്നയുടെ റൂട്ടിൽ നിന്ന് അയാൾ തെറ്റിപ്പോയിരിക്കുന്നുവെന്ന് ഹസൻ ബസ്രി പ്രഖ്യാപിച്ചു. സാധാരണക്കാരെ സംബന്ധിച്ച് ആ പ്രഖ്യാപനം മതി അവർക്ക് ഏതാണ്ട് ഒരു വെളിച്ചം കിട്ടാൻ. പിന്നീട് വന്ന തലമുറയിൽ ഇമാം അഹ്മദിന്റെ കാലഘട്ടത്തിൽ ഫിത്ന വ്യാപകമായി ഉണ്ടായി. ധാരാളം പരീക്ഷകൾ വന്നു. ഒരുപാട് പണ്ഡിതന്മാർ കൊല്ലപ്പെട്ടു, ഒരുപാട് പണ്ഡിതന്മാർ ജയിലടക്കപ്പെട്ടു. ശക്തമായ വ്യാപകമായ കുഴപ്പങ്ങൾ നാടൊന്നാകെ ഉണ്ടായി. ഇമാം അഹ്മദ് ശക്തമായ നിലപാടെടുത്തു. എല്ലാവരും നോക്കിയത് ഇമാം അഹ്മദ് എന്താ ചെയ്യാന്നാണ്. ഇമാം അഹ്മദ് എന്താ പറയുന്നത്, ഇമാം അഹ്മദ് എന്താ ചെയ്യുന്നത്? കാരണം ഇമാം അഹ്മദ് അന്ന് അഹ്ലുസുന്നയുടെ ഒരു നേതൃത്വം വഹിക്കുന്ന ആളാണ്. ഇമാം അഹ്മദ് ഉറച്ചവിടെ നിന്നു. അവരുടെ നിലപാട് തെറ്റിയ നിലപാടാണെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. അതിനുവേണ്ടി ജയിലിൽ പോകേണ്ടി വന്നപ്പോൾ ജയിലിൽ പോയി. 70-ാമത്തെ വയസ്സിൽ ഇമാം അഹ്മദ് അറസ്റ്റ് ചെയ്യപ്പെട്ടു. 2.5 കൊല്ലം ജയിലിൽ കിടന്നു. ചാട്ടവാറ് കൊണ്ട് ശക്തമായ അടികൾ ഏറ്റുവാങ്ങേണ്ടി വന്നു. ധാരാളം ഓഫറുകൾ അദ്ദേഹത്തിന് മുമ്പിൽ വന്നു. ഒന്ന് മാറ്റിപ്പടഞ്ഞാൽ രാജാവിന്റെ ധാരാളം ഓഫറുകൾ, രാജ്യത്തെ ഔദ്യോഗികമായ ഖാദിയാക്കാം, ഏറ്റവും വലിയ മുഫ്തിയാക്കാം തുടങ്ങി ധാരാളം ഓഫറുകൾ തന്നു. ഇമാം അഹ്മദ് അനങ്ങിയില്ല. അദ്ദേഹം ഉറച്ചു നിന്നുകൊണ്ട് പ്രഖ്യാപിച്ചു, നിങ്ങളുടെ നിലപാട് തെറ്റാണ്. അത് സാധാരണക്കാരെ സംബന്ധിച്ച് അതൊരു വെളിച്ചമായിരുന്നു. ഇമാം അഹ്മദിന് അന്നത്തെ നിലപാടോടുകൂടി പിന്നീട് ലോകത്തെ മുഅ്തസിലി എന്ന് പറയുന്ന പേരിൽ പിന്നെ അംഗസംഘം ഉണ്ടായിട്ടില്ല. ആ സ്വാധീനം അന്നും ഇന്നും വ്യത്യസ്തമായ വ്യക്തികൾക്കും പണ്ഡിതന്മാർക്കും സംഘങ്ങൾക്കുമെല്ലാം ഉണ്ടെങ്കിലും മുഅ്തസിലിയാണ് എന്ന പേരും പറഞ്ഞ് പ്രവർത്തിക്കാൻ പിന്നെ ആരുമില്ലാത്ത വിധം ആ ഫിത്ന കെട്ടടങ്ങാൻ കാരണക്കാരനായത് ഇമാം അഹ്മദ് ആയിരുന്നു. ലോക ചരിത്രത്തെ ഏറ്റവും വലിയ 2 ഫിത്നകളിൽ ഏറ്റവും നിർണായകമായ നിലപാട് സ്വീകരിച്ച 2 പേർ, ഒന്ന് ഇമാം അഹ്മദാണ് വിഷയത്തിൽ. ലോകത്തെ മൊത്തം പിടിച്ചു കുലുക്കിയ, എന്ത് ചെയ്യുമെന്നറിയാതെ എല്ലാവരും സ്തബ്ധരായ, കാരണം ഭരണകൂടങ്ങൾ പോലും ആ ഫിത്നയുടെ ആളുകളായി മാറിയ സാഹചര്യത്തിൽ മുസ്ലിം ഉമ്മത്തിന് ദിശാബോധം നൽകി, വൈജ്ഞാനികമായ നേതൃത്വം നൽകി, അവിടെ ഈമാൻ സംരക്ഷിക്കാൻ നിമിത്തമായി നിന്നത് ഇമാം അഹ്മദാണ്. അതുകൊണ്ടാണ് ഇമാം അഹ്മദിന് ഇമാമുസ്സുന്ന എന്ന് സ്ഥാനപ്പേര് പോലും കിട്ടിയത്. ഇമാമുസ്സുന്ന അല്ലെങ്കിൽ ഇമാമു അഹ്ലിസുന്ന, അഹ്ലുസുന്നയുടെ ഇമാം എന്ന് വിളിക്കപ്പെടാൻ കാരണം ഇമാം അഹ്മദിന്റെ ശക്തമായ ആ നിലപാടായിരുന്നു. ധാരാളം ആളുകൾ പിന്നീട് ഇമാം അഹ്മദിന്റെ കാലശേഷം പോലും തൗബ ചെയ്ത അഹ്ലുസുന്നയ്ക്ക് മടങ്ങുമ്പോൾ അന്ന് പോലും പ്രഖ്യാപിക്കുക, ഞാൻ ഇമാം അഹ്മദിന്റെ റൂട്ടിലേക്ക് മടങ്ങുന്നതാണ്. അത് പിന്നൊരു ഐഡന്റിറ്റിയായി മാറി. തലമുറകളോളം അതൊരു ഐഡന്റിറ്റിയായി മാറി. ഒരാളുടെ നിലപാട് ശരിയാണോ അല്ലേ എന്നറിയാൻ പിന്നുള്ള പണിയെന്താ, ഞാൻ ഇമാം അഹ്മദിന്റെ വഴിയിലാണ് എന്ന് പറഞ്ഞാൽ ക്ലിയറായി. പിന്നെ വേറെ ചോദ്യമില്ല. അല്ലെങ്കിൽ 100 കൂട്ടം ചോദ്യം ചോദിക്കേണ്ടി വരും. അയാൾ എന്താ, ഏതാ, നിലപാടെന്താ എന്നൊന്നും അറിയില്ലല്ലോ. ഇമാം അശ്അരി അടക്കമുള്ള ആളുകൾ, അബുൽ ഹസൻ അശ്അരി, അശ്അരി ത്വരീഖത്തിന്റെ നേതാവായി വിശേഷിപ്പിക്കപ്പെടുന്ന അബുൽ ഹസൻ അശ്അരി റഹിമഹുല്ലാ, അദ്ദേഹം പോലും പശ്ചാത്തപിച്ച് തൗബ ചെയ്ത് അഹ്ലുസുന്നയ്ക്ക് മടങ്ങുമ്പോൾ അദ്ദേഹം പോലും പ്രഖ്യാപിച്ചത്, വബിമാ ഖാല ബിഹി അൽ ഇമാം അബൂ അബ്ദുല്ലാഹ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാ ഖായിലൂൻ, ഇമാം അഹ്മദ് എന്താണോ പറഞ്ഞത് അതാണ് ഇന്നു മുതൽ ഞാനും പറയുന്നത്. ഇമാം അഹ്മദ് എന്താണോ പറഞ്ഞത് അതാണ് ഇന്നു മുതൽ ഞാനും പറയുന്നത്. ആ പ്രഖ്യാപനത്തോടു കൂടി പിന്നെ ഇമാം അശ്അരിയെ പറ്റി ചർച്ചയില്ല. ഇനി അദ്ദേഹത്തിന്റെ നിലപാടെന്താ, അത് ശരിയായോ, ഇത് മാറ്റോ, ഇത് ക്ലിയറായോ, ആ ചോദ്യമില്ല. കാരണം എന്താ, ഇമാം അഹ്മദ് എന്താണോ പറയുന്നത് അതാണ് ഇനി മുതൽ എന്റെയും നിലപാട് എന്ന് പറഞ്ഞതോടുകൂടി അദ്ദേഹം അഹ്ലുസുന്നയുടെ വഴിയിൽ പൂർണ്ണമായും എത്തി എന്ന് മനസ്സിലാക്കാനുള്ള ഒരു അളവുകോലായി, ഒരു ഐഡന്റിറ്റി ആയിട്ടാണ് അവരതിനെ തിരഞ്ഞെടുത്തത്. ഒരു കാലഘട്ടത്തിലെ ഇമാമുസ്സുന്ന, അഹ്ലുസുന്നയുടെ ഇമാം, അഹ്ലുസുന്നക്ക് നേതൃപരമായി പങ്കുവഹിച്ച് മുമ്പിൽ നിന്ന് നേതൃത്വം നൽകിയവരാണ് ഇമാം അഹ്മദ് ഹംബൽ റഹിമഹുല്ലാ. അപ്പൊ ഫിത്നകളിൽ ശരിയായ ആലിമീങ്ങൾക്ക് ഒരുപാട് ദൗത്യങ്ങൾ നിർവഹിക്കാനുള്ള അർത്ഥം. ആ ഇൽമിന്റെ കൂടെ നമ്മൾ സഞ്ചരിക്കണം. നമുക്ക് അറിവ് വേണം. അറിവുള്ളവരുടെ കൂടെ കേവലം അറിവല്ല,
ഇഖ്ലാസുള്ള, തഖ്വയുള്ള, അമലുള്ള, ശരിയായ ഇൽമുള്ള, റബ്ബിനെ പേടിക്കുന്ന അൽ ഉലമാഉർ റബ്ബാനിയൂൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അത്തരം അറിവുള്ളവരുടെ കൂടെ ചേർന്ന് നിൽക്കുക എന്നുള്ളത് ഫിത്രയിൽ നമുക്കൊരു സുരക്ഷയാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, സ്വഹാബത്ത് ഉമ്മത്തിന് സുരക്ഷയാണ് എന്ന് പറഞ്ഞതുപോലെയാണ്. ഇമാം അഹ്മദ് പറഞ്ഞു, അൽ ഉലമാഉ പണ്ഡിതന്മാർ എന്ന് പറയുന്നത് മആലിമുത് ത്വരീഖ് വഴിവിളക്കുകളാണ്, സ്ട്രീറ്റ് ലൈറ്റുകളാണ് എന്നാണ്. സ്ട്രീറ്റ് ലൈറ്റ്, നടന്നു പോകുന്ന യാത്രക്കാരന് വെളിച്ചമേകുന്നതാണ് വഴിവിളക്കുകൾ എന്നതുപോലെ ഈ ഉമ്മത്തിന്റെ മുന്നോട്ടുള്ള വഴിയിലെ സ്ട്രീറ്റ് ലൈറ്റുകൾ, വഴിവിളക്കുകളാണ് പണ്ഡിതന്മാർ. ആ വഴിവിളക്കുകൾ ആവശ്യമാണ്. ഫിത്നകൾ കൂടുന്തോറും സ്ട്രീറ്റ് ലൈറ്റുകൾ കൂടുതൽ സ്ഥാപിക്കണം. കാരണം ഫിത്ന ഇരുട്ടാണ്, അറിവുകൾ വെളിച്ചമാണ്. അതുകൊണ്ട് ഇരുട്ടാകുന്ന ഫിത്ന എവിടെയെല്ലാം വിടുന്നുവോ അവിടെയെല്ലാം വെളിച്ചമാകുന്ന ഇൽമ്, അതാണ് അനിവാര്യമായി ഉണ്ടാവേണ്ടത്. ഖിയാമത്തിലേക്ക് അടുക്കും തോറും ഫിത്ന കൂടി വരുമെന്ന് പറഞ്ഞല്ലോ. എങ്കിൽ അവിടെ നമ്മൾ രക്ഷപ്പെടാൻ ചെയ്യേണ്ട വഴിയാണ് അറിവിൻ്റെ കൂടെ സഞ്ചരിക്കുക. ദീനു പഠിക്കാൻ സമയം കണ്ടെത്തുക. കുറച്ചൊക്കെ സമയം ബോധപൂർവ്വം നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ട് ശരിയായ സ്രോതസ്സിൽ നിന്ന് മതം പഠിക്കാനുള്ള ബോധപൂർവമായ ചില ശ്രമങ്ങൾ, അത് വായനയാവാം, അത് കേൾവിയാവാം, അത് സഹവാസമാകാം. ആ വഴിക്കൊക്കെ നമുക്ക് ദീനു പഠിക്കാൻ സംവിധാനമുണ്ട്. ഇന്ന് പ്രത്യേകിച്ചും ദീനു പഠിക്കാൻ ധാരാളം സോഴ്സുകൾ നമുക്കുണ്ട്. പക്ഷേ എപ്പോഴും ആ സോഴ്സ് അംഗീകരിക്കപ്പെട്ട സോഴ്സ് ആകണം എന്ന് മാത്രം. കേവലം ഒരു സോഷ്യൽ മീഡിയ സെർച്ച് ചെയ്ത് അല്ലെങ്കിൽ AI ചോദിച്ച് അവിടുന്ന് കിട്ടിയത് മാത്രം വിശ്വസിച്ച് പോയാൽ ഒരു പക്ഷേ ഗുണത്തേക്കാളേറെ ദോഷമായിരിക്കും. അതോറിറ്റി ഉറപ്പുവരുത്തണം. എന്നിട്ട് ബോധ്യപ്പെട്ട ശരിയാണ് എന്ന് ഉറപ്പുള്ള സ്രോതസ്സിൽ നിന്ന് ലഭിക്കുന്ന അറിവുകളെ ശേഖരിക്കാൻ നമ്മൾ പരിശ്രമിക്കും, പ്രത്യേകിച്ച് വിശ്വാസകാര്യങ്ങളിൽ. അതേപോലെ അഹ്ലുസുന്നയുടെ ശരിയായ മൻഹജ്, അൽ മൻഹജുൽ വസതി, മധ്യമമായ നിലപാട്, ശരിയായ മൻഹജ്, ആ മൻഹജിലാണ് എന്ന് ഉറപ്പുവരുത്താൻ ശ്രമിക്കുക, തെറ്റിപ്പോകാതിരിക്കാൻ. ശരിയായ മൻഹജ്, വസതിയായ മൻഹജ്, അതിലാണ് ഞാനുള്ളത്. രണ്ടു വഴിക്കാൻ തെറ്റിപ്പോവുക. ഒന്നിൽ ഓവറായി അമിതമായി പോകുന്ന വഴികേടുകൾ, അല്ലെങ്കിൽ പിറകോട്ട് പിന്മാറിപ്പോകുന്ന നിഷേധ പ്രവണതകൾ. ഈ രണ്ടാണ് വഴികേടുകളായിട്ട് മാറുക. വഴികേട് രണ്ടേ ഉള്ളൂ. ഒന്നുകിൽ ഓവറായി പോവുക, മതത്തെ കുടുസാക്കി, മതത്തിൽ അതിര് കവിഞ്ഞ് ഇല്ലാത്ത അതിവാദങ്ങളെ കൊണ്ടുവന്ന് മതം തന്നെ കുടുസാക്കി മാറ്റുന്ന ശൈലികൾ അതെല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഉലുവ്, അതിര് കവിയുന്ന പ്രവണതകൾ, ഹറാമുകൾക്ക് അതിനേക്കാളും വലിയ ഗൗരവം കൊടുക്കുക. അതേപോലെ ഓരോന്നിനും മതം നിശ്ചയിച്ചതിനേക്കാൾ വലിയ സ്ഥാനം കൽപ്പിക്കുക. എന്നാൽ ആളുകൾക്ക് മതം എന്നത് കുടുസാക്കി മാറ്റുക. നബി തങ്ങൾ പറഞ്ഞു, ഈ മതം ആര് കുടുസാക്കിയോ അത് അവനെ തന്നെ തോൽപ്പിക്കാതിരിക്കുകയില്ല, അവനെ തന്നെ നടപ്പാക്കാൻ കഴിയില്ല. കുറച്ച് കഴിയുമ്പോൾ അവൻ തന്നെ പിറകോട്ട് പോകും. അവിടെ ആ മതത്തിന്റെ ആ നിയമം പാലിക്കാൻ കഴിയാതെ പോകും. ഒരു ആവേശത്തിന് കുറച്ചു കാലമൊക്കെ പാലിക്കും. ഓവറായി പോകുന്ന ആളുകൾ കുറച്ചു കാലമൊക്കെ അത് പാലിച്ചു പോകും. പിന്നെ കാണാ പൂർണ്ണമായും മതം ഒഴിവാക്കി വേറെ വഴിക്കാ പിന്നെ പോവുക. കാരണം മതത്തൊഴുത്തൻ കുടുസാക്കുന്നുവെങ്കിൽ അത് അവനെ തോൽപ്പിക്കുമെന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രഖ്യാപനമാണ്. അപ്പൊ ഒന്നതാണ് വ്യതിയാനമായി വരിക, ഉലുവാണ്, മതത്തിൽ അതിര് കവിയുന്ന പ്രവണതയാണ്. മറ്റൊന്ന് നിഷേധമാണ്. മതത്തിൽ സ്ഥിരപ്പെട്ട കാര്യങ്ങളെ പോലും നിഷേധിച്ചു തള്ളി, അതൊന്നുമില്ല, അതൊന്നും വേണ്ട, അങ്ങനെയൊന്നും ഇസ്ലാമിലില്ല എന്ന് പറഞ്ഞ് അവൻ തന്നെ തീരുമാനിക്കുക. ഇസ്ലാം അങ്ങനെയൊന്നും പറയില്ല, ഇസ്ലാം അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞ് സ്വന്തം വക ഇസ്ലാമിനെ അവൻ്റെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കിക്കൊണ്ടുവന്ന് അതാണ് ദീന് എന്ന് അവൻ അങ്ങ് സ്ഥാപിക്കുകയും അത് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക. ഇന്നത്തെ സാഹചര്യങ്ങൾ ഏറ്റവും വലിയ ഫിത്നകൾ ഇത് രണ്ടുമാണ്. സോഷ്യൽ മീഡിയകൾ വഴി എല്ലാവരും ഇന്ന് സ്വയം ആലിമായി പ്രഖ്യാപിക്കുകയാണ്. അവർ സ്വയം ദീനാണ് തീരുമാനിക്കുകയാണ്. ഖുർആന് പോലും മര്യാദക്ക് ഓതാൻ പോലും കഴിയാത്ത ആളുകൾ, ഹദീസ് എന്താണ് എന്ന് പോലും അറിയാത്ത ആളുകൾ, അവരൊക്കെ അവനവൻ്റെ സ്വന്തം വക ഒരു ചാനലുണ്ടാക്കി അതിൽ കയറി ദിവസം 2, 3, 4 വീഡിയോ ചെയ്ത് പോകുന്ന മനുഷ്യന്മാരുണ്ട്. ഓരോ തീരുമാനിക്കുകയാണ് ഇതാണ് ദീന്. എന്താ ബേസ്? അതത്രയേ ഉള്ളൂ, കോമൺ സെൻസ് പോലെതാണ്. എന്നിട്ട് സ്വന്തം വക നിർമ്മിച്ചുണ്ടാക്കുന്ന ചില അധ്യാപനങ്ങളെ മതമായി അവതരിപ്പിക്കുമ്പോൾ അതൊക്കെയാണ് അവസാന വാക്കായി നാം സ്വീകരിക്കുന്നത് എങ്കിൽ ഈമാൻ തെറ്റാനാണ് അത് നിമിത്തമായി മാറുക. അതുകൊണ്ട് അവിടേക്ക് ഒരു വലിയ ജാഗ്രത നമുക്കുണ്ടാകണമെന്നാണ് പറഞ്ഞതിൻ്റെ അകത്ത്. അറിവിൻ്റെ വഴിയാണ്, ഇൽമിൻ്റെ മാർഗമാണ്, ഉലമാഇൻ്റെ മാർഗമാണ് നാം സ്വീകരിക്കേണ്ട മാർഗം. അതോടൊപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ മുസ്ലിം ഉമ്മത്തിൻ്റെ കൂട്ടായ്മയ്ക്ക്
വലിയ പങ്കുണ്ട് അവിടെ. കൂട്ടായ്മകൾ, അത് സംഘടനയാവാം, സംഘടന മെമ്പർഷിപ്പ് എടുക്കാമെന്നത് മാത്രമൊന്നുമല്ല, മെമ്പർഷിപ്പ് എടുത്തോട് മാത്രം കൂട്ടായ്മ ഉണ്ടാവണമെന്നില്ല, അത് സംവിധാനം മാത്രമാണ്. പക്ഷെ മുസ്ലിം ഉമ്മത്തിൻ്റെ അഹ്ലുസുന്നയുടെ ഒരു സുരക്ഷിതമായ കവചമുണ്ടെങ്കിൽ ആ കവചത്തിൽ, ആ കൂട്ടായ്മയിൽ കൂടെ നിൽക്കുമ്പോൾ പലപ്പോഴും അത് ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴിയായി നമുക്കൊരു പക്ഷെ ഉപയോഗപ്പെടുത്താൻ പറ്റിയേക്കാം. അത്തരം മാർഗങ്ങളെ സ്വീകരിക്കാൻ കൂടി നാം പരിശ്രമിക്കേണ്ടതുണ്ട്. നാം സൂചിപ്പിച്ചത് ഖിയാമത്തിലേക്ക് അടുക്കും തോറും ഫിത്നകൾ വ്യാപകമായി വന്നുകൊണ്ടേയിരിക്കുമെന്നാണ്. അത് രക്ഷപ്പെടാനുള്ള വഴികളാണ് പറഞ്ഞത്. നാം ജീവിക്കുന്ന നാടും സാഹചര്യവും എടുത്താലും വ്യത്യസ്തങ്ങളായ ഫിത്നകളാണ് നമുക്ക് ചുറ്റും ധാരാളമായി ഇന്ന് നിലകൊള്ളുന്നത്. ഏതൊക്കെ വഴിയിലാണ് നമ്മുടെയൊക്കെ ഈമാൻ തെറ്റിപ്പോവുക എന്ന് പറയാൻ കഴിയാത്ത വിധമുള്ള ഫിത്നകൾ ദീനിൻ്റെ പേരിൽ ഇന്ന് സമൂഹത്തിലുണ്ട്. ഹദീസ് നിഷേധമടക്കമുള്ള, അഖലാനിയത്തടക്കമുള്ള ഫിത്നകൾ, മതമല്ലാത്തതിനെ മതമായി അവതരിപ്പിക്കുന്ന തസവുഫ്, ത്വരീഖത്ത് തുടങ്ങിയവ മറ്റൊരു ഫിത്നയാണ്. ദീനുപ്രകാരം ജീവിക്കാൻ അനുവദിക്കാത്ത സാഹചര്യങ്ങൾ, ഹറാമുകൾ, തോന്നിവാസങ്ങൾ മേൽക്കുമേലെ വന്നു മറിഞ്ഞ് ദീനുപ്രകാരം ജീവിക്കാൻ പോലും കഴിയാത്ത വിധമുള്ള പരീക്ഷണങ്ങൾക്ക് വിധേയമാകുന്ന ചുറ്റുപാടിലാണ് നാം ഉള്ളത്. ഹദീസിൽ കാണാം, ഒരു കാലം വരാനുണ്ട്, അന്ന് അൽ മുതമസ്സിഖു ബിദീനിഹി കൽ ഖാബിലി അലൽ ജംർ, ദീന് മുറുകെ പിടിക്കുന്നവൻ തീക്കട്ട കയ്യിൽ പിടിച്ചവനെ പോലെയായിരിക്കുമെന്നാണ്. ശരിയായ ദീനുപ്രകാരം ജീവിക്കണമെന്ന് ഒരാൾ തീരുമാനിച്ചാൽ പോലും അതിൽ കഴിയാത്ത വിധം, സമ്മതിക്കാത്ത വിധം അവൻ ആക്ഷേപിക്കപ്പെടുന്ന, പരിഹസിക്കപ്പെടുന്ന, അതിശക്തമായ പ്രയാസങ്ങൾക്ക് വിധേയമാകുന്ന കൽ ഖാബിലി അലൽ ജംറി, ഒരു തീക്കട്ട കയ്യിൽ പിടിച്ചവനെ പോലുള്ള സാഹചര്യമുണ്ടാകുമെന്ന് പറഞ്ഞ ആ അവസ്ഥകൾ ഇന്ന് സമൂഹത്തിലുണ്ട്. എല്ലാവരും ദീനിൻ്റെ ആളുകളായി രംഗത്ത് വരികയും ഏതാണ് ശരിയെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത വിധം, ശരി തെറ്റുകളെ വേർതിരിച്ചറിയാൻ കഴിയാത്ത വിധം ആളുകൾ അതിലാകെ ആശയക്കുഴപ്പത്തിലാകുന്ന, ഏതും ശരിയാണെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ അബദ്ധങ്ങളിൽ പോയി ചാടി ആളുകളുടെ ദീന് നശിക്കുന്ന, ഈമാൻ നശിക്കുന്ന സാഹചര്യങ്ങൾ വ്യാപകമാണ്. അവിടെയൊക്കെ കൂടുതൽ റബ്ബിലേക്ക് അടുക്കുന്നതാണ് രക്ഷയ്ക്കുള്ള മാർഗം. ശരിയായ മൻഹജ് നാം പഠിക്കുകയും ആ മൻഹജിൽ ഉറച്ചു നിൽക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. അതോടൊപ്പം പ്രാർത്ഥന അതിപ്രധാനമാണ്. ഫിത്നയിൽ രക്ഷപ്പെടാനുള്ള പ്രാർത്ഥനകൾ, ധാരാളമായ ദുആകൾ പഠിപ്പിക്കപ്പെട്ടു. ആ ഫിത്നകളിൽ നിന്ന് മാ ളഹറ മിൻഹാ വമാ ബത്തൻ, പ്രത്യക്ഷമായും പരോക്ഷമായതുമായ എല്ലാ ഫിത്നയിൽ നിന്ന് റബ്ബെ രക്ഷിക്കണേ എന്ന പ്രാർത്ഥനകൾ, ആശയമുള്ള ദുആകൾ ധാരാളമായി സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഫിതൻ, റബ്ബേ എല്ലാ ഫിത്നയിൽ നിന്നും ഞാൻ എന്നോട് കാവലിനെ തേടുന്നുവെന്ന പ്രാർത്ഥനകൾ, അതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുക. ഇസ്തിഗ്ഫാറുകൾ അത് ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുക. ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയാണ് ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിക്കുക എന്നത്. ഇബാദത്തുകൾക്ക് കുറച്ചുകൂടെ ശ്രദ്ധ കൊടുക്കുക, കുറച്ചുകൂടെ ജീവിതത്തിൽ ബോധപൂർവമായ ഇബാദത്തുകൾ, ആരാധനകൾ വർദ്ധിപ്പിക്കാൻ, വിശിഷ്യ നിസ്കാരം പോലെയുള്ള, ഖുർആനുമായുള്ള ബന്ധം പോലെയുള്ള ഇബാദത്തുകൾക്ക് പ്രത്യേകമായ ഒരു ശ്രദ്ധ നൽകൽ, അത് ഫിത്നയിൽ രക്ഷപ്പെടാനുള്ള വഴികളാണ്. അങ്ങനെയെല്ലാമുള്ള മാർഗങ്ങൾ സ്വീകരിച്ച് ഈ ദുനിയാവിൽ നിന്ന് മരിച്ചു പോകുമ്പോൾ ഈമാൻ തെറ്റാതെ ശരിയായ അഖീദ നിലനിന്നുകൊണ്ട് ശരിയായ മനഹജനായിക്കൊണ്ട് മരിച്ചു പോകാൻ കഴിഞ്ഞാലാണ് സ്വർഗമുള്ളത്. അതല്ലെങ്കിൽ ഒരുപക്ഷെ ധാരാളം അമലുകൾ ചെയ്തിട്ടുണ്ടാകാം, ഒരുപാട് ഖൈറുകൾ അവൻ നിർവഹിച്ചിട്ടുണ്ടാകാം. പക്ഷേ എന്ന് പറഞ്ഞ അധ്വാനിച്ച് ക്ഷീണിച്ചു വന്ന് അവസാനം നരകാഗ്നിയിൽ വെന്തെരിയുന്ന ഹതഭാഗ്യവാന്മാരായി, ഭാഗ്യം കെട്ടവരായി മാറിയേക്കാം. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആമീൻ. എല്ലാ നിലക്കുമുള്ള ഫിത്നയിൽ നിന്ന് റബ്ബ് നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഫിത്നകൾ മേൽക്കുമേലെ വരുമ്പോഴും ആ ഫിത്നകൾക്കിടയിൽ, ആ കൂരാക്കൂരി ഇരുട്ടുകളിനുള്ളിൽ ഒരു ചെറിയ വെളിച്ചമായി അറിവിൻ്റെ കൂടെ സഞ്ചരിക്കാൻ നാം പരിശ്രമിക്കുക. അൽഹംദുലില്ലാഹ് നമുക്കൊക്കെ ധാരാളം പഠന അവസരങ്ങളുണ്ട്. പീസ് റേഡിയോ പോലെയുള്ള
ഇന്റർനെറ്റ് സംവിധാനങ്ങൾ നമ്മുടെ മണ്ഡലത്തിലാണെങ്കിൽ ദാറുസ്സലാം ആസ്ഥാനമായും നമ്മുടെ ഈ പള്ളി ആസ്ഥാനമായുമുള്ള വ്യത്യസ്തമായ പഠന സംരംഭങ്ങൾ, അഖീദ ക്ലാസുകൾ, ഫിഖ്ഹി ക്ലാസുകൾ, ഖുർആൻ ക്ലാസുകൾ, ഇതൊക്കെ അൽഹംദുലില്ലാഹ് ഒരു വലിയ നിഅമത്തായി നമ്മൾ കാണുക. പ്രതിമാസം സംഘടിപ്പിക്കുന്ന അഹ്ലുസുന്നയുടെ നേതാക്കൾ എന്ന വിഷയത്തിലുള്ള നമ്മുടെ മുൻഗാമികളുടെ ജീവചരിത്രം പഠിക്കാൻ ഉതകുന്ന സംരംഭങ്ങൾ, അതൊക്കെ കേൾക്കാനാകുമെങ്കിൽ, പങ്കെടുക്കാനാകുമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ അതൊക്കെ റെക്കോർഡ് ചെയ്ത് പിന്നീടും കേൾക്കാൻ നമുക്ക് സംവിധാനമുണ്ട്. അത്തരം സംവിധാനങ്ങൾക്ക് ഉപയോഗപ്പെടുത്തി ജീവിതത്തിലെ കുറച്ച് സമയമെങ്കിലും ദീനു പഠിക്കാൻ വേണ്ടി മാറ്റിവെച്ച് ആ വഴിയിലൂടെ സഞ്ചരിക്കാൻ നാം പരിശ്രമിക്കുക. അനാവശ്യമായ കാര്യങ്ങളിൽ പോയി ഇടപെടാതിരിക്കുക. നമുക്ക് ആവശ്യമില്ലാത്ത, നമ്മുടെ ദീനിൽ നമ്മെ ബാധിക്കാത്ത കാര്യങ്ങൾ അഭിപ്രായം പറയാതിരിക്കാൻ ശ്രമിക്കുക. ആയുസ് കുറച്ചേയുള്ളൂ, അത് നഷ്ടപ്പെടുത്താതിരിക്കുക. കിട്ടിയ ആയുസ് ശരിയായ വഴി ഉപയോഗപ്പെടുത്തി ദുനിയാവിൽ പോകുമ്പോൾ ആ യാത്ര സ്വർഗത്തിലേക്കായിരിക്കണം. നരകത്തിലേക്കാണെങ്കിൽ നമ്മേക്കാൾ നട്ടക്കാർ, നമ്മേക്കാൾ ഭാഗ്യം കെട്ടവർ മറ്റാരും ഉണ്ടാവില്ല എന്ന തിരിച്ചറിവോടുകൂടി ജീവിതത്തെ ക്രമീകരിക്കാൻ നാം പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ. ബറക്കല്ലാഹു ഫീന ജമീഅ. സുബ്ഹാനക്കല്ലാഹു ബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.